എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ക്വയർ റെപ്രസെൻറ്റേഷൻസിനെ പറ്റിയിട്ടാണ് ഒരു പാനൽ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. ഇതൊരു സാർവദേശിക സാഹിത്യോത്സവമായതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഭാഷകളിൽ നിന്ന് സുഹൃത്തുക്കൾ കേൾവിക്കാരായിട്ടുള്ളത് കൊണ്ട് ബൈലിംഗ്വലായി സംസാരിക്കാം. ഇനി ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടെങ്കിൽ ഹിന്ദിയിലോ തമിഴിലോ കന്നഡയിലോ ഒക്കെ സംസാരിക്കാം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൻ്റെ സാഹിത്യ ഭൂപടത്തിലും വ്യത്യസ്തമായ ഇടങ്ങളിലുമൊക്കെ ക്വയർ രാഷ്ട്രീയവും ക്വയർ സാന്നിധ്യവുമൊക്കെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ അത് എത്രമാത്രം നമ്മുടെ നിരന്തരമായ ജീവിതത്തിൽ അത്തരം അടയാളങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളും പരിമിതികളും എന്തൊക്കെയാണ്, അതിനെ പറ്റി ഒരു സുദീർഘമായ ചർച്ച വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്നുള്ള ബോധ്യത്തോടെ, പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇന്നത്തെ ഈ ഒരു പാനൽ ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രോതാക്കളായി നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഭാഗ്യമുള്ളവരാണ്. കാരണം കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ വ്യത്യസ്തമായ ഇടങ്ങളിൽ തങ്ങളുടേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള പ്രമുഖരായ എഴുത്താളുകളാണ് ഇവിടെ ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമാകുന്നത്. ഇതിൽ പലരും ഗവേഷക വിദ്യാർത്ഥികളാണ്. ക്വയർ മേഖലയിൽ അവരുടേതായ കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ സ്വന്തം കസേര വലിച്ചിട്ട ആളുകളാണ്. ഇവിടെ ഇന്ന് ഈ അനൗൺസ്മെൻറ്റ് നടത്തിയപ്പോൾ തന്നെ ഭാഷയിലെ ചില പ്രയാസങ്ങളെപ്പറ്റി, ചില ബുദ്ധിമുട്ടുകളെപ്പറ്റി അനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്ത് വിളിക്കണം, എങ്ങനെ വിളിക്കണം, കവിയെന്ന് വിളിക്കണോ കവിയത്രിയെന്ന് വിളിക്കണോ എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും ക്വയറായിട്ടുള്ള മനുഷ്യരെ എങ്ങനെയാണ് പൊതുസമൂഹം കാണുന്നതെന്നും കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സാമൂഹിക സാംസ്കാരിക ജീവിതങ്ങളിൽ ക്വയർ മനുഷ്യരുടെ സാന്നിധ്യത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ വളരെ വിശദമായിട്ട് നമുക്കിവിടെ ഇന്ന് ചർച്ചയിലൂടെ നിരൂപിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ ആദ്യം നമ്മളോട് സംസാരിക്കുന്നത് ആദിയാണ്. ആദിയോട് ഉള്ള ചോദ്യം, ഇപ്പോൾ ഉള്ള ഒരു ക്വയർ റെപ്രസെൻറ്റേഷനിൽ, പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിൽ കടന്നുവരവ് ധാരാളമായിട്ടുണ്ട് ക്വയർ മനുഷ്യരുടെ. പക്ഷെ അതിൻ്റെ സാധ്യതകളെപ്പറ്റിയും പരിമിതികളെപ്പറ്റിയുള്ള ഒരു വിലയിരുത്തൽ, പ്രത്യേകിച്ചൊരു ക്വയർ ഗവേഷക വിദ്യാർത്ഥി എന്നും അതുപോലെ കവി എന്ന നിലയിലും എങ്ങനെയാണ് ആദ്യം അതിനെ നോക്കിക്കാണുന്നതെന്ന്. അതിനു മുൻപ് ആദ്യയെപ്പറ്റി ഒരു വാക്ക്, മലയാളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള പെണ്ണപ്പൻ എന്ന കവിതാ സമാഹാരം ആദിയുടേതാണ്. ഒരുപക്ഷെ നമ്മൾ കണ്ടുവന്നിരുന്ന പല സ്റ്റീരിയോ ടൈപ്പുകളെയും ഒക്കെ പൊളിച്ചെഴുതിയ മലയാളത്തിലെ അത്യുഗ്രമായിട്ടുള്ള ഒരു കവിതാ സമാഹാരമായിരുന്നു പെണ്ണപ്പൻ. തീർച്ചയായിട്ടും ആദിക്ക് ഈ ഒരു വിഷയത്തിൽ തൻ്റേതായ അഭിപ്രായവും നിലപാടുമുണ്ടെന്ന് കരുതുന്നു. ആദിയിലേക്ക് മൈക്ക് കൈമാറുന്നു. നമസ്കാരം. പ്രതിനിധാനം, ക്വയർ പ്രതിനിധാനം എന്നുള്ളതാണ് വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിനിധാനം എന്ന് പറയുന്നത് കുറേ കൂടി പ്രോബ്ലമറ്റൈസ് ചെയ്യേണ്ട ഒരു കാറ്റഗറി ആയിട്ടാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. ഞാൻ മല്ലികയോട് സംസാരിക്കുന്ന സമയത്തും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം കേരളത്തിലൊരു ക്വയർ മൂവ്മെൻ്റ് ചരിത്രം നോക്കുമ്പം ഒരു 20 വർഷത്തെ ചരിത്രം നമുക്ക് വിസിബിളായിട്ടുള്ളത് ഒരു 20 വർഷത്തെ ചരിത്രമാണ്. സജീവമായിട്ടുള്ള സമരങ്ങളുടെ, ക്വയർ പ്രൈഡ് മാർച്ചുകളുടെ ഒക്കെ സജീവമായിട്ടുള്ളൊരു 20 വർഷത്തെ ചരിത്രം ആണ് വിസിബിളായിട്ട് നമുക്ക് കിട്ടാനുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും സ്വത്വരാഷ്ട്രീയത്തിൻ്റെ അതിരുകൾക്കകത്ത് നിന്നാണ് പലപ്പോഴും ക്വയർ മൂവ്മെൻറ്റുകളെ മനസ്സിലാക്കാറുള്ളത്, വിശദീകരിക്കപ്പെടാറുള്ളത്. അപ്പോൾ സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സവിശേഷ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുക, ആ സ്വത്വം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക, സിസ്റ്റം എത്രത്തോളം കെട്ടതാണെന്ന് നിരന്തരം വിളിച്ചു പറയുക, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, ഈ രീതിയിൽ പുരോഗമിക്കുന്ന ഒന്നാണ് സ്വത്വരാഷ്ട്രീയം. അതേസമയം ഈ സ്വത്വം എന്ന് പറയുന്നത് വളരെ അടഞ്ഞൊരു കാറ്റഗറി കൂടിയാണ്. അത് വളരെ ഒട്ടും ചലനാത്മകതയില്ലാത്ത വളരെ നിശ്ചലമായിട്ടുള്ളൊരു കാറ്റഗറി കൂടിയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിനിധാനത്തെക്കുറിച്ചുള്ള വാദമായിട്ട് പലപ്പോഴും ഇപ്പോൾ സ്ത്രീകളുടെ സമരങ്ങളിലാണെങ്കിലും ബാക്കി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള സമരങ്ങളിലാണെങ്കിലും പ്രതിനിധാനത്തിന് വേണ്ടിയുള്ള വാദം തുടക്കഘട്ടത്തിൽ നിരന്തരം ഉയർന്നു കേൾക്കാറുണ്ട്. സിനിമയിലെ പ്രതിനിധാനം, സാഹിത്യത്തിലെ പ്രതിനിധാനം, അത് ഒരു ഘട്ടം വരെ നമുക്ക് ഉപകാരം ഉള്ളതാണ്. ദൃശ്യത എന്ന് പറയുന്നത്
സ്വീകാര്യതയിലേക്ക് നയിക്കും എന്ന് കരുതപ്പെടുന്ന, എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നമുക്കറിയാം ക്യൂർ മനുഷ്യർ എന്ന് പറഞ്ഞാൽ വിസിബിൾ അല്ല, ദൃശ്യതയില്ലാത്തവരാണ്, അദൃശ്യ ന്യൂനപക്ഷം എന്നുള്ള രീതിയിലൊക്കെ വിശദീകരിക്കപ്പെടുന്നൊരു വിഭാഗം ആളുകളാണ്. ഇപ്പം മാത്രം ഭാഷയിൽ പോലും ഇടയില്ലാത്ത ആളുകളാണ്. ഇപ്പം മാത്രം എന്താണ് ട്രാൻസ്ജെൻഡറിൻ്റെ മലയാളം എന്താണ് എന്ന അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പം പ്രതിനിധാനം ഒരു ഘട്ടം വരെ നമ്മുടെ സമരങ്ങളിൽ ഉന്നയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ പ്രതിനിധാനം എന്ന് പറയുന്നത് നമ്മുടെ അന്തിമ ഗോൾ അല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ വിസിബിലിറ്റീനെ മുൻനിർത്തിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഏത് തരം ക്വയർ ശരീരങ്ങളാണ് വിസിബിൾ ആകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളൊരു വ്യക്തി അധികാര സ്ഥാനത്തെത്തുന്ന സമയത്ത് അത് വിമോചനാത്മകമാണ് എന്നൊരു ധാരണയാണ് നമുക്കുള്ളത്. അതോടുകൂടി ആ വ്യക്തി ആ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യക്ക് ഒരു ആദിവാസിയായുള്ളൊരു സ്ത്രീ രാഷ്ട്രപതിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജാതി ഇവിടെ ശക്തമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന്, ഈ വൈരുദ്ധ്യത്തിനെ നമ്മൾ എങ്ങനെ വിശദീകരിക്കും? അമേരിക്കയിൽ 2008 ബറാക്ക് ഒബാമയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർന്നു നിന്നിരുന്ന ഒരു റെട്ടറിക് എന്ന് പറയുന്നത് ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് ഒരു കറുത്ത പ്രസിഡൻറ്റിനെ കിട്ടാൻ പോവുകയാണ്. ഇതോടുകൂടിയിട്ട് അമേരിക്ക ഒരു പോസ്റ്റ് റേഷ്യൽ വംശീയാനന്തര സമൂഹമായിട്ട് അമേരിക്ക മാറും എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്കറിയാം ഒബാമ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? കറുത്തവർഗ്ഗക്കാർ പിന്നീടും പോലീസിൻ്റെ ബ്രൂട്ടാലിറ്റിക്ക് വിധേയമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റുകളിലെ ഉൾപ്പെടെയുള്ള US-ൻ്റെ ഡ്രോൺ സംവിധാനം വികസിക്കപ്പെടുന്നു, സർവൈലൻസ് കൂടുന്നു, പോലീസിൻ്റെ വയലൻസ് കൂടുന്നു, നിരന്തരം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി അധികാര സ്ഥാനത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വ്യക്തി ആ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കും എന്നുള്ളൊരു അസംഷൻ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു വൈരുദ്ധ്യം പ്രതിനിധാനത്തിനെ പറ്റിയുള്ള ചർച്ചകൾ നിരന്തരം നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും വിസിബിളായിട്ട് അടുത്ത് നിന്ന് കിട്ടാവുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് നിരന്തരം കുറേ അധികം ഇൻ്റർവ്യൂസ് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇപ്പോൾ വെറൈറ്റി മീഡിയ പോലെയുള്ള ചാനലുകൾ ഒക്കെ നിരന്തരം ട്രാൻസ് മനുഷ്യരുടെ ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. അപ്പോൾ ട്രാൻസ് മനുഷ്യർ എന്ന് പറയുമ്പോൾ സവിശേഷമായിട്ട് സിസ് പാസിംഗ് എന്നൊക്കെ പറയുന്ന സ്ത്രീയാണെന്ന് തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാവുന്ന, അല്ലെങ്കിൽ പുരുഷനാണെന്ന് തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാവുന്ന മട്ടിൽ നിലനിൽക്കുന്ന ശരീര സൗന്ദര്യ സങ്കല്പങ്ങളോട് ചേർന്ന് പോകുന്ന ശരീരങ്ങൾ, അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറിയുള്ള ചോദ്യങ്ങൾ, ഇതിനൊക്കെ ഒരുപാട് കാഴ്ച സമൂഹമുണ്ട്. ഇതിന് ഒരുപാട് കാണികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇവരുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് പോലെയുള്ള സെഗ്മെൻറ്റുകൾ ഒക്കെയാണ് പൊതുവേ ഇൻ്റർവ്യൂകളുടെ പാറ്റേൺ ആയിട്ട് ആവർത്തിക്കാറുള്ളത്. അപ്പം ഇത് കണ്ടിട്ട് ട്രാൻസ് മനുഷ്യരുടെ ജീവിതം ഇങ്ങനെയാണ്, വളരെ സെലിബ്രിറ്റി സ്റ്റാറ്റസോടുകൂടി ആണ് അവർ ജീവിക്കുന്നത് എന്നൊരു അനുമാനത്തിലേക്ക് നമുക്ക് എളുപ്പം എത്തിപ്പെടാം. പക്ഷേ ഇതല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. സെക്സ് വർക്ക് ചെയ്യുന്ന, ബെഗ് ചെയ്യുന്ന, പ്രായം കൂടി ബിഗൊക്കെ വെച്ചിട്ടുള്ള ട്രാൻസ് മനുഷ്യരെ നമുക്ക് ഒരിടത്തും കാണാനില്ല. നമ്മുടെ മീഡിയ റെപ്രസെൻറ്റേഷനിലൊന്നും ഇത്തരം മനുഷ്യരില്ല. ഇങ്ങനത്തെ മേക്കപ്പ് ഇട്ട് വളരെ സ്വന്തം ശരീരത്തിനെ ആഘോഷിക്കുന്ന പ്രായം ചെന്ന ട്രാൻസായ മനുഷ്യരില്ല. ഈ നിലനിൽക്കുന്ന ഈ ആൺ പെൺ ബൈനറി, ട്രാൻസ്മെൻ എന്ന് പറയുന്ന ബൈനറിയുടെ പുറത്തുള്ള അജൻഡർ ആയിട്ടുള്ള, നോൺ ബൈനറി ആയിട്ടുള്ള ട്രാൻസായ മനുഷ്യർ, അത്തരം ശരീരങ്ങൾക്കൊന്നും യാതൊരു വിസിബിലിറ്റി ഇല്ല. അപ്പം ഏത് ശരീരങ്ങളെയാണ് നമ്മൾ മീഡിയയിലൂടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഏത് ശരീരങ്ങൾക്കാണ് ദൃശ്യത കിട്ടുന്നത്? ഈ ശരീരങ്ങളുടെ ദൃശ്യത കൊണ്ട് എല്ലാ ക്യൂർ മനുഷ്യരുടെയും വിമോചനം സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം വരും. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ട്രാൻസ് സ്ത്രീ, അവർ നിലനിൽക്കുന്ന സവർണ സൗന്ദര്യ സങ്കല്പങ്ങളോടൊക്കെ ചേർന്ന് പോകുന്നൊരു വെളുത്ത സ്ത്രീയാണെന്ന് തന്നെ തോന്നുന്ന തരത്തിലുള്ളൊരു ട്രാൻസ് വ്യക്തിയാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയാറുണ്ട്, അവരോട് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ റീൽസ് കാണാറുണ്ട്, ഭയങ്കര സ്നേഹമാണ്, അവരെ കൂടെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ. അപ്പം ഈ പറച്ചിൽ കേട്ടിട്ട് ഈ മനുഷ്യരൊക്കെ ട്രാൻസ് മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, ട്രാൻസ് മനുഷ്യരെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടാൽ ആ തെറ്റിദ്ധാരണയിൽ പെട്ട് കിടക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഈ മനുഷ്യർക്ക് സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളോട് എന്തായിരിക്കും ഈ മനുഷ്യരുടെ മനോഭാവം? ഇവർ ഇതേ സ്നേഹത്തോടെ, ഇതേ പ്രിയം അവർക്ക് ആ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളോടുണ്ടാവും, ബെഗ് ചെയ്യുന്ന സ്ത്രീകളോടുണ്ടാവും, ട്രാൻസ് സ്ത്രീകളോട് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം ഇതിനകത്ത്, നമ്മുടെ ഇഷ്ടത്തിനകത്ത്, താൽക്കാലികമായുള്ള സഹതാപത്തിനകത്ത് ഒക്കെ ഈ മാതിരി ഒരുപാട് സങ്കീർണതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം
ഈ പ്രതിനിധാനം എന്ന് പറയുന്ന ഒരിക്കലും മൊത്തം ക്യൂർ മനുഷ്യരുടെയും വിമോചനത്തിന് കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഇതിനകത്തൊരു ടോക്കണിസം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹിന്ദുത്വം ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും നിരന്തരം ക്യൂർ മനുഷ്യരുടെ ഒരു വിൽപ്പന ചരക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിലൊക്കെ ഒരുപാട് സീരീസുകൾ വരുന്നുണ്ട് ക്യൂർ റെപ്രസെൻറ്റേഷനെ മുൻനിർത്തിയില്ല. അതേസമയം നെറ്റ്ഫ്ലിക്സിൻ്റെ മറ്റൊരു വശത്ത് ഡേവ് ചാപ്പലിനെ പോലെ അങ്ങേയറ്റം ക്യൂർ ഫോബിക് ആയിട്ടുള്ള ആളുകൾക്ക് അവർ വേദികൾ കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റലിസം വലിയ തോതിൽ ക്യൂറായ മനുഷ്യരുടെ പ്രൈഡിന് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ വശത്ത് ഇവർ തന്നെയാണ് ഈ റൈറ്റ് വിങ് ഗവൺമെൻറ് വലിയ തോതിൽ ഫണ്ടിങ് കൊടുക്കുന്നത്. ആ റൈറ്റ് വിങ് ഗവൺമെൻറ്റാണ് ഇവിടുത്തെ അങ്ങേയറ്റം ആൻറ്റി LGBTQ നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. US സാഹചര്യത്തിലാണെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിലാണെങ്കിലും എങ്ങനെയാണ് വലതുപക്ഷവും മുതലാളിത്തവും കൂട്ടുകെട്ടിലേർപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം ഈ ടോക്കണിസത്തിൻ്റെ ഒരു അപകടവും റെപ്രസെൻറ്റേഷനകത്തുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റീരിയോ ടൈപ്സിനെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്, വാർപ്പ് മാതൃകകളെ വലിയ തോതിൽ സൃഷ്ടിച്ചെടുക്കുന്നത്. ട്രാൻസ് എന്താണ്, ഗേ പുരുഷൻ എന്ന് പറയുന്ന ഒരു ശരീരം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഈ മസിലൊക്കെയുള്ള അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ശരീരഭാഷ പ്രദർശിപ്പിക്കുന്ന പ്രത്യേക തരത്തിലുള്ള അഭിരുചികളുള്ള സിനിമയെ സംബന്ധിച്ച് സംഗീതത്തെ സംബന്ധിച്ച് പ്രത്യേക അഭിരുചികളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു ശരീരമായിട്ട് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ക്യൂർ സബ്ജക്റ്റിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പണി കൂടി ഈ റെപ്രസെൻറ്റേഷനകത്ത് നടക്കുന്നുണ്ട്. അപ്പം കേവലം റെപ്രസെൻറ്റേഷന് വേണ്ടിയുള്ള വാദം, പ്രതിനിധാനത്തിന് വേണ്ടിയുള്ള വാദം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ സമരങ്ങളെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നത് റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയം കൂടി വന്നിരിക്കുകയാണ്. അപ്പം റെപ്രസെൻറ്റേഷൻ ഈസ് നോട്ട് ഇനഫ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. തുടർ ചർച്ചകളിൽ നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. താങ്ക് യു ആദി ടോക്കണിസത്തെ പറ്റിയും അതുപോലെ സ്റ്റീരിയോ ടൈപ്സിനെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞു. When we go back to Sangam literature, we can find examples of how the literature was trying to inclusive, like how it was trying to be inclusive with regard to the intersex children. അന്ന് ഇൻ്റർസെക്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പേടിക്കുഴന്തകൾ എന്ന് തമിഴിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇൻ്റർസെക്സ് ആയിട്ടുള്ള മനുഷ്യർ വളർന്നു വരുമ്പോൾ അവരുടെ ഒരു പ്രത്യേക ഡാൻസ് ഫോമിന് പേടിക്കൂത്ത് എന്ന് പോലും ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പേര് നൽകി വിളിച്ചിരുന്നു എന്നത് വളരെ കൃത്യമായി സംഘം ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ സംഘം എഴുത്തുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അനസിനോടാണ് എൻ്റെ അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ക്വയർ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ക്വയർ റെപ്രസെൻറ്റേഷത്തെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് ഡെപിക്ഷൻ വിച്ച് ഇസ് ബീൻ മെയ്ഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ ക്വയർ റെപ്രസെൻറ്റേഷൻസ്? എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ അടുത്ത കാലം വരെ എഴുതിയ ചരിത്രങ്ങളിൽ പോലും ആൺ പെൺ എന്നതിനപ്പുറത്തേക്കുള്ള മനുഷ്യരുടെ ചരിത്രം ഉണ്ട് എന്ന ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആണിനും പെണ്ണിനും എന്നുള്ള ഒരു പ്രകടനമോ ശരീരമോ അല്ലാതെ യാതൊരു തരത്തിലും ആളുകൾ ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, പ്രണയിച്ചിട്ടില്ല എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ എഴുതുന്ന ചരിത്ര പുസ്തകങ്ങളടക്കവും. അല്ലെങ്കിൽ പ്രത്യേകമായൊരു ചരിത്ര പുസ്തകം വേണ്ടി വരും. ക്യൂർ ചരിത്രമെന്നോ LGBT ചരിത്രമെന്നോ ഉള്ളൊരു പുസ്തകത്തിനകത്തല്ലാതെ പൊതുചരിത്രം എന്ന് പറയുന്ന ഒരു ചരിത്രത്തിനകത്ത് അതിപ്പോൾ എല്ലാ അരികുവൽകൃത സ്വത്വങ്ങളുടെയും കാര്യം തന്നെയാണ്. കിഴാള ചരിത്രം എന്ന് പറയുന്നിടത്ത് മാത്രം ദളിത് മനുഷ്യരുടെ ചരിത്രം പറയപ്പെടുക, സ്ത്രീ ചരിത്രം എന്നുള്ള പ്രത്യേക ടൈറ്റിലിനടിയിൽ മാത്രം സ്ത്രീകളുടെ ചരിത്രം പറയുക, അല്ലാത്തിടത്തൊക്കെയും പുരുഷന്മാരാണ്. ഇപ്പോൾ ഇന്നിങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഡീഫോൾട്ട് അനൗൺസ്മെൻറ്റ് എത്രയോ അധികം കലാകാരന്മാരുടെ ഒത്തുചേരൽ എന്നാണ് കേട്ടത്. കലാകാരുടെ എന്നുള്ള വാക്ക് എന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുക എന്ന് ആലോചിക്കുകയാണ്. വാക്കുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല പ്രയോഗിക്കുന്നത്, ശീലം കൊണ്ടാണ്. അതുപോലെ സ്കൂളിൽ പറയുന്ന പ്രതിജ്ഞ അടക്കം ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്. എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണെന്നുള്ള ശീലം, സഹോദരങ്ങളാണെന്നുള്ള വാക്ക് നമുക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും. എല്ലാ ഇന്ത്യക്കാരും സഹോദരങ്ങളാണ്, അവിടെ എല്ലാ ജെൻഡറും എല്ലാ മനുഷ്യരും കടന്നു വരും. പക്ഷേ അതങ്ങനെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നാത്തത് അങ്ങനെ ആവശ്യമുള്ള കുറച്ച് പേരുടെ ഉണ്ട് എന്നുള്ള പ്രാഥമികമായ ചിന്ത നമുക്കില്ലാത്തത് കൊണ്ടാണ്. അത് നമുക്ക് മാത്രമേ തോന്നൂ, പുറത്തുള്ളവർക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റെപ്രസെൻറ്റേഷൻ എന്ന വാക്ക് അത്രയും പ്രാധാന്യമുള്ളതാകുന്നത്. ആദ്യം പറഞ്ഞ കുറേ പോയിന്റുകൾ വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെ. റെപ്രസെൻറ്റേഷൻ ആരുടെ ആവശ്യമാണ്, അത് നമ്മുടെ ആവശ്യമാണോ ഭരണകൂടത്തിൻ്റെ ആവശ്യമാണോ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഭരണകൂടത്തിന് എപ്പോഴും വേണ്ടത് എളുപ്പത്തിലുള്ള കാറ്റഗറൈസേഷനാണ്. ഒരു പോളിസി കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കണം, എന്തിനു കൊടുക്കണം, ആർക്ക് റേഷൻ കാർഡ് കൊടുക്കണം എന്നൊക്കെയുള്ളൊരു എളുപ്പമുള്ള കാറ്റഗറൈസേഷന് വേണ്ടിയിട്ടാണ് പല ലേബലുകളും ഇപ്പോഴും നിലനിൽക്കുന്നത്. പലർക്കും ആ ലേബലുകൾ ആഗ്രഹമില്ല. ഇന്ത്യയിൽ നൽസ ജഡ്ജ്മെൻറ്റ് 2014
ട്രാൻസ്ജെൻഡർ അമ്പല്ലയുടെ കീഴിൽ ഒരുപാട് ആളുകളുണ്ട്. ട്രാൻസ്ജെൻഡർ മനുഷ്യർ മാത്രമല്ല, നോൺ ബൈനറി ആയിട്ടുള്ള ഒരുപാട് മനുഷ്യർ, ട്രാൻസ്ജെൻഡർ എന്ന ഐഡൻറ്റിറ്റിയിൽ സ്വയം അറിയപ്പെടാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരടക്കം അതിനകത്തുണ്ട്. പക്ഷെ അവർക്ക് നിയമപരമായ പരിരക്ഷ കിട്ടണമെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നുള്ള ആ ഒരു ജെൻഡറിൻ്റെ കീഴിൽ അവരുടെ ID കാർഡോ അവരുടെ റെപ്രസെൻറ്റേഷനായിട്ടുള്ള എന്തെങ്കിലും കടന്നു വന്നാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഇത്തരം ഈ റെപ്രസെൻറ്റേഷൻ്റെ എളുപ്പവൽക്കരിക്കൽ എന്ന് പറയുന്നൊരു കാര്യം ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്. ഭരണകൂടം ഏത് സമയത്താണ് ജനകീയ സർക്കാരാവുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഭരണകൂടം എന്നതൊരു വലിയ പേടിപ്പിക്കുന്നൊരു വാക്കാണ് എപ്പോഴും. ഒരു വലിയ അതോറിറ്റി, ഒരു വലിയ പവർ, അവർക്കുള്ള ഈ ഒരു ഉത്തരവാദിത്തമാണ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുക എന്ന് കാലങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെ, എപ്പോൾ, ആരും കുറ്റം പറയാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാം, ടോക്കണിസമാണെന്ന് വരുത്താതെ എങ്ങനെ ഇവർ ഉൾപ്പെടുത്താം, അങ്ങനെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. കുടുംബശ്രീ സ്ത്രീ എന്നതിനെ ട്രാൻസ്ജെൻഡറിലേക്ക് വികസിപ്പിക്കും. അപ്പോഴും എത്രത്തോളം ആൾക്കാർ അവിടെ ഉൾച്ചേർക്കപ്പെടുന്നുണ്ട്, പുറത്താക്കപ്പെടുന്നത് എത്ര പേരാണ്, അവിടെ സദാചാരം പറയുന്നവർ എത്ര പേരാണ്, ഇവരിങ്ങനെ നടക്കുന്നവരാണ്, ഇവരെ നമുക്ക് ഉൾപ്പെടുത്തിയാൽ നമുക്കൊരു പേര് ദോഷം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് എത്രയോ പേരെ മാറ്റി നിർത്തുന്നവരുണ്ട്, ട്രാൻസ്ജെൻഡർ ആൾക്കാരെ മാറ്റി നിർത്തുന്നവരുണ്ട്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ആളുകൾക്ക് എപ്പോഴും ഈ ബഹുമാന്യത, മാന്യത എന്ന ഘടകത്തിൽ ഊന്നിക്കൂടെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അവർ ഇപ്പോൾ പ്രൈഡിനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കിടന്ന കുറേ ചർച്ചകൾ തന്നെയും ഓർക്കുന്നുണ്ട്. അവരുടെ വസ്ത്രം കുറച്ച് ഉയർത്തിപ്പിടിച്ച് അതുകൊണ്ട് നമുക്കവരെ എൻ്റെ ആൾക്കാരായിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ക്യൂർ ആൾക്കാരുണ്ട്. കാരണം ഞാൻ കുറച്ച് മാന്യമായിട്ട് ക്യൂർ റെപ്രസെൻറ്റേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മാന്യമായിട്ട് ക്യൂർ റെപ്രസെൻറ്റേഷൻ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്, അവരാണ് സമൂഹത്തിൽ ഇവരുടെ പേരില്ലാണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള പഴയ ക്യൂർഫോബിക് വാദം ഉള്ളിൽ ആന്തരവൽക്കരിച്ചിരിക്കുന്ന ക്യൂർ ആൾക്കാരും ധാരാളമുണ്ട്. അപ്പോൾ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്നത് എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് ഓരോ ക്യൂർ വ്യക്തിയും ഇരുന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ ബഹുമാന്യ ഇമേജുള്ള, മാന്യമായി വസ്ത്രം ധരിക്കുന്ന, മാന്യമായി ലൈംഗികതയിൽ ഏർപ്പെടുന്ന, പ്രണയത്തെക്കുറിച്ച് അധികമൊന്നും പറയാത്ത, മറ്റ് ലൈംഗികതകളെക്കുറിച്ചിട്ട് വളരെ അടക്കി പിടിക്കുന്ന ഒക്കെയുള്ള ഒരു സവർണ ഇമേജിലൊക്കെ വരുന്ന ഒരു രൂപങ്ങളാണ് ആളുകൾക്ക് ആഗ്രഹം. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷനുകളുടെ പ്രശ്നമുണ്ട്. ചരിത്രത്തെക്കുറിച്ചാണ് ചോദിച്ചു വന്നത്. കേരളത്തിൻ്റെ ഏത് കാലത്തെ ചരിത്രം തൊട്ട് നമുക്ക് ക്യൂർ മനുഷ്യരെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ ഈ ചരിത്രം എഴുതുന്ന മെത്തഡോളജിയുടെ പ്രശ്നമാണ്. ചരിത്രം ആര് കൈകാര്യം ചെയ്തിരുന്ന ഉപാദാന സാമഗ്രികളെ വെച്ചിട്ടാണ് ചരിത്രം എഴുതുന്നത് എന്നതനുസരിച്ചാണ് നമുക്ക് എഴുതാൻ പറ്റുന്ന ചരിത്രം. അതുകൊണ്ട് തന്നെ ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ സ്കാവഞ്ചർ മെത്തഡോളജിയിലൂടെയാണ് ക്യൂർ ചരിത്രങ്ങളും ബ്ലാക്ക് ഹിസ്റ്ററിയും ഒക്കെ എഴുതുന്നത്. ചവറ്റുകുട്ടയിൽ നിന്ന് ചെകഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെയും ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇവർ വലിച്ചെറിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അവിടുന്ന് ചരിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഉപാദാന സാമഗ്രികൾ എടുക്കുന്ന ചരിത്ര മെത്തഡോളജിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെ 3000 BC തൊട്ടുള്ള ക്യൂർ റെപ്രസെൻറ്റേഷൻ ചരിത്രം ലോകത്തിന് മൊത്തമുണ്ട്. ഈജിപ്തിൽ തന്നെ സ്വർഗാനുരാഗികളായിട്ടുള്ള 2 പേരുടെ ശവകുടീരം കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. കാരണം ഭാര്യയും ഭർത്താവും എന്ന രീതിക്ക് മാത്രം അടക്കുന്ന ശവകുടീരങ്ങൾക്കിടയിൽ 2 പുരുഷന്മാരുടെ, ഒരു രാജാവിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ 2 പേരുടെ ഒരേ സമയത്ത് മുഖത്തോട് മുഖം ചേർത്ത് കിടത്തുന്ന രീതിയിൽ ഉള്ള ശവകുടീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇൻ്റർസെക്സ് മനുഷ്യരെന്ന് പറയാവുന്ന മനുഷ്യരുടെ ശവകുടീരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൃത്യമായി പെണ്ണെന്ന ഫിസിയോളജിയിൽ അടയാളപ്പെടുത്താൻ കഴിയാത്ത തരം അസ്ഥികൂടങ്ങൾ പലയിടത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ ജീവിച്ചിരുന്നു, ശാരീരികമായും സാമൂഹികമായും. 3000 BC 2 പുരുഷന്മാരെ പ്രണയിതാക്കളെ പോലെ, വിവാഹിതരെ പോലെ അടക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം 3000 BC ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ചോദ്യമുണ്ട്. അതിന് സാമ്രാജ്യത്വത്തിൻ്റെ കാരണം, വിക്ടോറിയൻ മൊറാലിറ്റിയുടെ പ്രചരണം, ബ്രിട്ടീഷുകാർ എല്ലായിടത്തും പോയപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അടിച്ചേൽപ്പിക്കുന്ന കാര്യം, അത് തന്നെ ഇന്ത്യയിലും സംഭവിച്ച കാര്യം. ഇന്ത്യയിലും വലിയ ഒരു ഹിജഡ കൾച്ചർ, തൃതീയ പ്രകൃതി എന്ന് ആണ് സംസ്കൃത കൃതികളിൽ പറയുന്നത്. സ്ത്രീ പുരുഷൻ എന്നതിന് പുറമെ ഒരു വലിയ വിഭാഗം മനുഷ്യർ ശാരീരികമായും സാമൂഹിക ജീവിതം കൊണ്ടും ജീവിക്കുന്നു. കോത്തി സംസ്കാരം, ഹിജഡ സംസ്കാരം, അരവാണി സംസ്കാരം, അങ്ങനെയുള്ള പല പല സംസ്കാരങ്ങൾ ഉണ്ടായിരുന്ന നാടാണിത്. കേരളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമ്മുടെ ഐതിഹ്യങ്ങളിലൊന്നും ട്രാൻസ്ജെൻഡർ മനുഷ്യർ നേരിട്ട് കടന്നു വരുന്ന ചരിത്രങ്ങളില്ലാതിരുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു നേരിട്ടൊരു ഹിജഡ സംസ്കാരമോ ഒന്നും ഉണ്ടാവാതെ പോയത്. തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് കൂവാകം പോലെയുള്ള ഫെസ്റ്റിവൽസ് വളരെ കാലങ്ങളുണ്ട്. അവിടുത്തെ മിത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെ
ആകെ പറയാൻ പറ്റുന്നത് കൊല്ലത്തുള്ള ആ ഒരു കൊറ്റംകുളങ്ങര ഉത്സവമാണ്. അതും ട്രാൻസ്ജെൻഡർ ഹിസ്റ്ററിയോ മിത്തൊന്നോ പറയാൻ പറ്റില്ല. പുരുഷനായി ജീവിക്കുന്നവർ ആ ഒരു ദിവസത്തേക്ക് ദേവീപ്രീതിക്ക് വേണ്ടി സ്ത്രീവേഷം കെട്ടുക എന്നുള്ളതാണ്. അത് പിന്നീട് അങ്ങനെ വേഷം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ കൂടെ അവിടെ കടന്നു വരുന്നൊരവസ്ഥയിലോട്ട് മാറുകയായിരുന്നു. എങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ ഹിസ്റ്ററി അവിടെ ഇല്ല. അതുകൊണ്ട് കേരളത്തിൽ ആളുകൾക്ക് ട്രാൻസ്ജെൻഡർ മനുഷ്യരെ പേടിക്കുന്ന ഒരു ഹിസ്റ്ററി, ബാക്കി എല്ലായിടത്തും പേടി കൊണ്ടും കൂടിയിട്ടാണ്. ഇവർ ശപിച്ചാൽ 7 തലമുറ വരെ നശിച്ചു പോകും. അങ്ങനെയുള്ള പേടി കൊണ്ടാണ് പലരും ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ദേവിയായിട്ടും ദേവനായിട്ടും കണ്ട് അനുഗ്രഹം വാങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു പേടിപ്പിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിന് ട്രെയിനിൽ മാത്രം ട്രാൻസ്ജെൻഡർ വ്യക്തികളോ ഹിജഡ വ്യക്തികളോ ഭിക്ഷ യാചിക്കില്ല എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു പൊതു സംവിധാനമുണ്ട്. കാരണം ഇവിടെ ആളുകൾ ഇവർക്ക് ഭിക്ഷ കൊടുത്താൽ അനുഗ്രഹം കിട്ടുമെന്നുള്ള ഒരു ലോറ് കേരളത്തിലില്ല. അത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടതുകൊണ്ടാണ് ആ പൈസ വാങ്ങുന്നത്. ഇവർക്ക് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ശാപം ഉണ്ടാകും, അതെൻ്റെ കുഞ്ഞിനുണ്ടാകും, എൻ്റെ കുഞ്ഞുങ്ങൾ ട്രാൻസ്ജെൻഡർ ആകും. അത് വലിയ ട്രാൻസ്ഫോബിക്കായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ സ്ഥാനത്തിൽ നിന്നാണ് ഈ കാശ് കൊടുത്ത് സ്നേഹിക്കുന്നത്. എൻ്റെ മക്കൾ ട്രാൻസ്ജെൻഡർ ആകാതിരിക്കാൻ ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾക്ക് കാശ് കൊടുക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോഴും സ്കാവഞ്ചർ മെത്തഡോളജി കൊണ്ടൊരു ചരിത്രം എഴുതാൻ പറ്റിയിട്ടില്ല. വിനിൽ പോളിനെ പോലെയുള്ള കുറച്ച് ആളുകളാണ് ഇപ്പോഴും ദളിത് ചരിത്രത്തിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം എടുക്കുന്നത്. അടിമ വംശത്തിൻ്റെ ചരിത്രം കേരളത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതേ മെത്തഡോളജിയിൽ കേരളത്തിൻ്റെ ക്യൂർ ചരിത്രവും പഠിക്കപ്പെടേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെ മെത്തഡോളജിയിൽ കൃത്യമായിട്ട് ആഴത്തിൽ അവഗാഹമുള്ളവർ ആ കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇനിയും വരേണ്ട ഒരു കാര്യമാണ് ക്യൂർ കേരളത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. നന്ദി അനസ്. സ്കാവഞ്ചർ മെത്തേഡ് ഉപയോഗിച്ച് കേരളത്തിലെ ഹിസ്റ്ററിയിൽ നമുക്ക് ഇതുവരെ ഒരു ക്വയർ റെപ്രസെൻറ്റേഷൻ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒന്നാണ് കേരളത്തിലെ നവോത്ഥാന കാല ചരിത്രം എന്ന് പറയുന്നത്. അതിൽ സ്ത്രീയെ പറ്റിയും പുരുഷനെ പറ്റിയും നമ്മൾ ഒത്തിരി ആഘോഷിച്ച് സംസാരിക്കുമ്പോഴും ഒരു ഇൻ്റർസെക്സ് മനുഷ്യനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ പറ്റിയോ മറ്റ് ക്വയർ വിഭാഗങ്ങളെ പറ്റിയോ പോലും ഒരു മെൻഷനും ഇല്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ എങ്ങനെയാണ് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മറിച്ചു വെച്ചതും എന്നുള്ള കാര്യം ഇപ്പോഴത്തെ യുവ ഗവേഷകരാണ് തീർച്ചയായിട്ടും പഠിക്കാൻ താല്പര്യം കാണിക്കേണ്ടത്. എനിക്ക് വിഷ്ണുമോഹനുള്ള ചോദ്യം ഇതാണ്. ഇന്നത്തെ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒത്തിരിയേറെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒന്നാണ് ക്വയർ റെപ്രസെൻറ്റേഷൻസ്. അതൊരു ഉപരിവിപ്ലവമായി നിലനിൽക്കുന്നുവെന്ന് പൊതുവേ ഒരു വിമർശനവുമുണ്ട്. വിഷ്ണുവിൻ്റെ കാഴ്ചപ്പാട്, അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? നമസ്കാരം. കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ കുറച്ച് കാലം മാത്രമായിട്ട് നമുക്ക് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ക്വയർ വിഭാഗങ്ങളെ അവിടെ ഇവിടെ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആദ്യം പറഞ്ഞു വെക്കേണ്ട കാര്യം, ഇത് പെട്ടെന്നുണ്ടായതോ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ആരുടെയും തലയിൽ ഉദിച്ച സാധനമല്ല. കാരണം നിരന്തരമായിട്ട് ഞങ്ങൾക്ക് പിറകിലുള്ള മനുഷ്യർ അടികൊണ്ടിട്ടും അല്ലെങ്കിൽ അത്തരത്തിൽ സമരങ്ങൾ ചെയ്തും തെരുവിലിറങ്ങിയും നേടിയെടുത്തുള്ള ഒരു വിസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിച്ചിട്ടിരുന്ന ഒരു കസേരയാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു വയ്ക്കാനുള്ളത്. പക്ഷേ ഈ റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ അന്തർലീനമായി കിടക്കുന്ന ചില പ്രശ്നങ്ങളെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫെമിനിസ്റ്റ് ചരിത്രം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മെത്തഡോളജി നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ പ്രയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമുണ്ട്, ആഡ് വുമൺ ആൻഡ് സ്റ്റിയർ എന്ന് പറയുന്ന ഒരാശയം. സത്യത്തിൽ നമ്മുടെ ചരിത്രം പുരുഷാധിപത്യം കൊണ്ട് ഉണ്ടാക്കിയെടുക്കപ്പെട്ട, പുരുഷനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെ ഉള്ളിൽ അത് സ്ത്രീകളെയും ഇൻക്ലൂഡ് ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉൾച്ചേർക്കലുകളെ അടയാളപ്പെടുത്താനാണ് ആഡ് വുമൺ ആൻഡ് സ്റ്റിയർ എന്നുള്ള ഒരു ആശയം പ്രയോഗിക്കുക. ഇപ്പം ഞാനൊരു BEd സ്റ്റുഡൻ്റാണ്. BEdൻ്റെ ഞാൻ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന കാര്യം എഡ്യൂക്കേഷൻ ഫിലോസഫി പഠിക്കുന്നുണ്ട്. അപ്പം വേദകാലം മുതൽ ഇങ്ങോട്ടുള്ള എഡ്യൂക്കേഷൻ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് വേദകാലത്തെ വിദ്യാഭ്യാസത്തിൽ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കിട്ടിയിരുന്നു എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. അപ്പം ഈ എല്ലാ മനുഷ്യരും എന്നുള്ളതിൽ ഏത് എല്ലാ മനുഷ്യരുമാണ് പെടുക എന്നുള്ളത്
അതിൽ ദളിത് മനുഷ്യരായിട്ട് പോലും കണക്കാക്കാത്ത ഒരു കാലത്തിൻ്റെ അടയാളമാണ് സത്യത്തിൽ അത്. അപ്പം അവിടുത്തെ സാഹിത്യം പരിശോധിക്കുന്ന സമയത്ത് ഇതേ ആളുകൾ പറയും മൈത്രേയി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേദകാലത്ത് സ്ത്രീകളെ ഇൻക്ലൂഡഡ് അല്ല, അല്ലെങ്കിൽ അവർ ഇൻക്ലൂസീവ് സമൂഹമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന തരത്തിൽ അവർ വാദങ്ങൾ ഉന്നയിക്കും. അതിനുശേഷം കുറച്ചുകൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് മുഗൾ ഭരണത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്കൊരു എഴുത്തുകാരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇതുപോലെ ഒരു സ്ത്രീയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ആ കാലഘട്ടം കൃത്യമായിട്ട് സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരാശയം അവർ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത് സത്യത്തിൽ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുന്ന പോലെയാണ്. നമുക്ക് ഒരിത്തിരി ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ രുചിച്ച് നോക്കിയ ഉപ്പുണ്ട് താനും, പക്ഷേ ഉപ്പായിട്ട് കാണാനും പറ്റില്ല എന്നുള്ള തരത്തിൽ കൃത്യമായിട്ട് ഉപരിപ്ലവമായിട്ടുള്ള ഒരു പ്രതിനിധാനപരതയാണ് സത്യത്തിൽ ഇന്നത്തെ കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക മണ്ഡലത്തിൽ ക്യൂർ റെപ്രസെൻറ്റേഷനെ പറ്റിയിട്ട് പൊതുവായിട്ട് പറയാൻ പറ്റുക. ആദ്യകാലത്ത് ആഡ് ക്യൂർ ആൻഡ് സ്റ്റിയർ അല്ല ആഡ് വുമൺ ആൻഡ് സ്റ്റിയർ എന്നാണ് വെച്ചെങ്കിൽ ഇപ്പോൾ ആഡ് ക്യൂർ ആൻഡ് സ്റ്റിയർ എന്നുള്ളതാണ്. ഇത്തിരി ക്യൂർ മനുഷ്യരെ ചേർക്കുക, ഇളക്കുക, ഞങ്ങൾ ഇൻക്ലൂസീവായി, ഞങ്ങൾ പുരോഗമനപരമായി എന്നുള്ള ഒരാശയാണ് സത്യത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ക്യൂർ മനുഷ്യരെ ഉൾക്കൊള്ളുന്നതോടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ക്യൂർ മനുഷ്യരെ ഉൾക്കൊള്ളുന്നതോട് കൂടിയിട്ട് ഞങ്ങൾ ഭയങ്കര പുരോഗമനപരമായുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, എല്ലാ മനുഷ്യരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്പേസ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അഭിമാനത്തോട് കൂടിയിട്ട് അവർ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആളുകൾ അവകാശപ്പെടുന്നത് എന്നുള്ളതാണ്. എൻ്റെ 2 വ്യക്തിപരമായുള്ള അനുഭവങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ക്ഷണിക്കപ്പെടുന്നു, കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് അവർ വിളിക്കുന്ന സമയത്ത് തന്നെ ലിറ്ററേച്ചർ സാഹിത്യത്തെ സംബന്ധിച്ച് ചർച്ച നടക്കുന്നു. അപ്പം എനിക്കും ആദിക്കും ഒരു വേദി കിട്ടുന്നു. ആ വേദിയിൽ ഒരു അരമണിക്കൂർ ചർച്ചയായിട്ട് ക്യൂർ സാഹിത്യം പ്രതിനിധാനം എന്നുള്ളൊരു ചർച്ച വയ്ക്കുകയും അപ്പുറത്ത് നടക്കുന്ന മലയാളത്തിലെ കവികളുടെ കവിതാ പ്രസൻറ്റേഷനിൽ ഒരു ക്യൂർ മനുഷ്യരോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ക്യൂർ പ്രതിനിധാനം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ അരമണിക്കൂർ സെഷൻ വെച്ചോട് കൂടിയിട്ട് ഞങ്ങൾ ക്യൂർ മനുഷ്യരിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നവർ പറയുന്നു. പക്ഷേ അപ്പുറത്ത് ഈ മുഖ്യധാര കവിത അല്ലെങ്കിൽ മുഖ്യധാര സാഹിത്യത്തിൽ നിന്ന് നിങ്ങളെ ഭയങ്കര മനഃപൂർവ്വം മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. വിജയരാജമല്ലികയൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മുഖ്യധാര എന്നുള്ളത് പലരെയും മുഖ്യധാരയാണ് എന്ന് പറയുന്നുണ്ട്. അത് സത്യത്തിൽ ശരിയാണ് എന്നെനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഈ മുഖ്യധാരയിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടില്ല, അത് എപ്പോഴും നമ്മളെ മുക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം 2 ദിവസം മുന്നേ സംഭവിച്ചതാണ്. ഇപ്പം അടുത്ത ഈ മാസം ഒരു 10 ദിവസത്തിന് ശേഷം കേരളത്തിൽ നടക്കാൻ പോകുന്ന മറ്റൊരു വലിയ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നെ വിളിക്കുകയുണ്ടായി. 2 ദിവസം മുന്നെയാണ് വിളിച്ചത്. സത്യത്തിൽ 1 മാസം മുന്നേ 2 മാസം മുന്നേ ഒക്കെ അവർ വിളിച്ചിട്ട് ആളുകളുടെ പാനലുകളെ ഉറപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. പക്ഷേ 2 ദിവസം മുന്നേ എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വിളിക്കുന്നുണ്ടാവില്ല എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചിട്ട് അവർ പറഞ്ഞു, വിഷ്ണു ഒരു ചർച്ചയുണ്ട്, അത് ഒരു പാനലുണ്ട്, 1 മണിക്കൂർ ഒരു പാനലുണ്ട്, അതൊന്ന് മോഡറേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം, പക്ഷേ എന്താ ഇത്ര നേരം വൈകിയെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പം വിഷയം കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഫിക്ഷനാണ്. പുതിയ കുറച്ച് എഴുത്തുകാരുടെ കഥയോ നോവലോ അങ്ങനെ ഏതോ ഒരു സാഹിത്യ രൂപത്തിൽ പുതിയൊരു പുസ്തകം വരെ വരുന്നുണ്ട്, അത് പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഫിക്ഷൻ എൻ്റെ ഏരിയ അല്ല, ഞാൻ കവിതയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ അങ്ങനെ വല്ല സെഷൻ ഉണ്ടെങ്കിൽ വിളിക്കൂ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു കഥയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നോവലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ മറ്റു സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരെ കണക്ട് ചെയ്ത് തരാം എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചത്. ഞെട്ടാനൊന്നുമില്ല എന്നുള്ളത് അറിയാം, പക്ഷേ അവർ പറഞ്ഞ കാര്യം ഞങ്ങൾ ക്യൂറായുള്ള ആളുകളെ ഇത്തരത്തിലുള്ള ജനറൽ വിഷയങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഒന്നും തോന്നരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് പറയാണ്ടായത്. അപ്പം അവിടെയും ഈ ജനറൽ സാഹിത്യം വേറെ നിൽക്കുകയും ക്യൂർ സാഹിത്യം വേറെ നിൽക്കുകയും, അപ്പോൾ നമ്മളൊരു റിസർവേഷൻ കാറ്റഗറി എന്നുള്ള രീതിയിൽ അത്തരത്തിൽ സാഹിത്യത്തിലും അത്തരത്തിൽ ഉള്ള വേർതിരിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചില സന്ദർഭങ്ങളാണ് എന്നുള്ളതാണ്.
അപ്പം എനിക്കുണ്ടായ ഈ രണ്ട് അനുഭവങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആശയമായിട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. ആഡ്, ക്യൂർ ആൻഡ് സ്റ്റിർ എന്നുള്ള സാധനം ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? പ്രത്യക്ഷത്തിൽ ഞങ്ങൾ ക്യൂർ ഇൻക്ലൂസീവ് ആവുകയും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എത്തരത്തിലുള്ളതാണെന്നുള്ളതാണ്. അതായത് ക്യൂർ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇപ്പം നമ്മുടെ ലിറ്റററി ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത് സാഹിത്യപരമായ കാര്യങ്ങൾ മാത്രമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ധാരാളം സാമൂഹിക കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലെ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നുണ്ട്. എത്ര ഫെസ്റ്റിവലുകളിൽ ഒരു ക്യൂർ മനുഷ്യരെ സംബന്ധിക്കുന്ന മറ്റ് വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സാമൂഹികപരമായ, തൊഴിൽപരമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും, അത്തരത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന കുറേയും കൂടിയൊക്കെ വിശാലമായുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഇൻക്ലൂസീവ്നെസ് കൊണ്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ കൊണ്ട് സത്യത്തിൽ വേണ്ടത് എന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ ഇത്തരത്തിൽ ഈ സാംസ്കാരിക മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ക്യൂർ റെപ്രസെൻറ്റേഷനെല്ലാം നമുക്ക് ഇത്തരത്തിൽ കേവലമായുള്ള ഉപരിപ്ലവമായുള്ള കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അത് ആത്മാർത്ഥമാണെന്നോ അല്ലെങ്കിൽ ക്യൂർ മനുഷ്യരെ കുറേ കൂടിയൊക്കെ മുന്നോട്ട് നയിക്കുന്ന, അവരുടെ സമരങ്ങളെ കുറേ കൂടിയൊക്കെ മുന്നോട്ട് നയിക്കുന്ന, അവരുടെ ചിന്തകളെ കുറേ കൂടിയൊക്കെ മുന്നോട്ട് നയിക്കാൻ മാത്രം പ്രാപ്തമായിട്ടുള്ള ഒരു ഉൾച്ചേർക്കൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ട കാര്യമാണ്. വളരെ കൃത്യമായി തന്നെ വിഷ്ണു അതിനുള്ള ഉത്തരം പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ഇന്നും വളരെയധികം പുരോഗമനം നമ്മൾ സംസാരിക്കുമ്പോഴും പലപ്പോഴും ക്വയർ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്ന മനുഷ്യർ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ പഠന വസ്തുക്കളാക്കുന്നത് വളരെ ധാരാളമായിട്ട് കാണാറുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ ഇവിടെ വന്ന ഏതൊരു സുഹൃത്ത് വലിയ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോകാൻ നേരത്ത് പറഞ്ഞു, നാളെ എൻ്റെ ഒരു കസിൻ്റെ മകള് വരും, മല്ലികയെ പറ്റി പഠിക്കാനാണ്, നിങ്ങളുടെ വിഭാഗത്തെ പറ്റി പഠിക്കാനാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് നന്നായിട്ട് ഒരുങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകളുണ്ടല്ലോ എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു ദൃഷ്ടാന്തമാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി. അപ്പോൾ പലപ്പോഴും ഈ കൗതുകം എന്നൊരു സാധനം ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങൾ എങ്ങനെയാണ്, ഞങ്ങളുടെ പ്രണയങ്ങൾ എങ്ങനെയാണ്, ഞങ്ങളൊരു വിഷയം കിട്ടിയാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ മുഖ്യധാരയിലൊന്നും പെടാത്തൊരു വിഭാഗം അദൃശ്യവൽക്കരിക്കപ്പെട്ട ആരദൃശ്യവൽക്കരിച്ചു? ഞങ്ങളെ ആരെയും അദൃശ്യവൽക്കരിച്ചിട്ടില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാണ്, ആരുടെ അജണ്ടയാണ് അദൃശ്യവൽക്കരണം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഇവിടെ വിഷ്ണു സംസാരിച്ചു. എനിക്കിനി ചോദിക്കാനുള്ള ആദ്യയോടാണ്. JD തോട്ടാനിൻ്റെ ഗംഗാസംഗമം 1972 വന്നു. അതിന് ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് പുനർജന്മം എന്ന ചിത്രം K. സേതുമാധവൻ സാറ് സംവിധാനം ചെയ്യുന്നത്. ഇതൊക്കെ അക്കാലത്ത് നിലനിന്നിരുന്ന സെക്ഷുവാലിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ റീസെൻ്റായിട്ടാണ് കാതൽ എന്ന സിനിമ എത്തിയത്. അപ്പോൾ കാതൽ പോലുള്ള സിനിമകളിലെ ക്വയർ റെപ്രസെൻറ്റേഷൻ സത്യത്തിൽ ക്വയർ മനുഷ്യരുടെ അതിജീവനത്തെ സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ക്വയർ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന വിഷയത്തെപ്പറ്റി വളരെ പ്രിസൈസ്ഡായിട്ട് പറയാമോ? പ്രിസൈസായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അഭിപ്രായം ആകില്ല. കാരണം കാതലിനെ കുറിച്ച് 2 സന്ദർഭത്തിലാണ് ജീവിതത്തിൽ എന്താ പറയുക, ഞാൻ ഇപ്പം ശില്പി ഞാനൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് കിൽ ജോയ് എന്ന് പറയുന്നൊരു സാധനം, നമ്മൾ സന്തോഷത്തിനെ നശിപ്പിക്കുന്ന ഒരാളായിട്ട് മാറുക. അങ്ങനെ 2 സന്ദർഭം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് മാരേജ് ഇക്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയെ മുൻനിർത്തി ഞാനൊരു ലേഖനം എഴുതിയ സന്ദർഭത്തിൽ, രണ്ടാമത് കാതലിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞ സാഹചര്യത്തിൽ. ഇപ്പം ഒരു ക്വയർ വ്യക്തി എന്നുള്ള രീതിയിൽ ഈ 2 കാര്യങ്ങളോടും, ഇപ്പം കാതൽ എന്ന് പറയുന്ന സിനിമ വളരെ ക്യൂർ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സിനിമയാണ്, റെപ്രസെൻറ്റേഷൻ ആദ്യമായിട്ട് മലയാളത്തിൽ നല്ല മട്ടിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്ന രീതിയിലൊക്കെ ആഘോഷിക്കപ്പെട്ട സിനിമയാണ്. അപ്പം അതിനെതിരെ അതിനോടുള്ളൊരു വിയോജിപ്പ് പറയാനുള്ള സാഹചര്യം പോലും ആ ചർച്ച ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിനില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയെ ഞാൻ ഭയങ്കര പേടിയോടെയാണ് കാണുന്നത്. അതായത് ചർച്ചകളെ അസാധ്യമാക്കുന്ന ഈ സിനിമയോട് യോജിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമേനെ എതിർക്കുന്നതോടുകൂടി നിങ്ങൾ ഒരു മതവാദിയോ കൺസർവേറ്റീവോ ആയി മാറും. അല്ലാത്തൊരു വിയോജിപ്പിൻ്റെ സാധ്യത അവിടെ ഇല്ല. ആ സിനിമയോട് വളരെ ഗുണപരമായ മട്ടിൽ ഒരു വിമർശനാത്മകമായ അകലം പാലിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ ഭയങ്കര പേടിയോടെയാണ് നോക്കിക്കാണുന്നത്. പൊതുവേ നമ്മുടെ ചർച്ചയിൽ സാഹിത്യത്തിനെ കുറിച്ചാണെങ്കിലും സിനിമയെ കുറിച്ചാണെങ്കിലുള്ള ചർച്ചയിൽ നല്ല പ്രതിനിധാനം, ചീത്ത പ്രതിനിധാനം എന്നൊരു ദ്വന്ദ്വത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഈ സിനിമ നല്ല രീതിയിലാണോ ട്രാൻസ് മനുഷ്യരെ അവതരിപ്പിച്ചത്, ചീത്ത രീതിയിലാണോ അവതരിപ്പിച്ചത് എന്ന രീതിയിൽ. ഇപ്പം മൂത്തോനിലാണെങ്കിലും മുംബൈ പോലീസിലാണെങ്കിലും ഒക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. കാതൽ എത്തുന്ന സമയത്ത് അത് നല്ല ക്യൂർ പ്രതിനിധാനം എന്നാണ്
ഭൂരിപക്ഷം വരുന്ന ക്യൂർ മനുഷ്യരുൾപ്പെടെ വാദിച്ചത്. അതേസമയം അതിനോട് ഇടയുന്ന മട്ടിലുള്ള എഴുത്തുകളും ഇപ്പോൾ നസീമ നസ്റിനും അതേപോലെ ആനന്ദ് അങ്ങനെ കുറേ കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള ആളുകൾ തന്നെ ആ സിനിമയോടുള്ള വിയോജിപ്പുകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വിയോജിപ്പുകളെ വളരെ അസഹിഷ്ണുതയോടെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഭയങ്കര ഭീതിജനകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ മാറ്റത്തിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഒരു സിനിമ കൊണ്ട് സമൂഹം മാറും എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല നിലവിൽ ഞാൻ. കാരണം എൻ്റെ അനുഭവങ്ങൾ അതല്ല. ഈ സിനിമ കണ്ട് ആളുകൾക്ക് താൽക്കാലികമായി ഉണ്ടായേക്കാവുന്ന സഹതാപം, കരച്ചിൽ, വിഷമമൊന്നും മൊത്തം ക്യൂർ മനുഷ്യരെയും വിമോചിപ്പിക്കുന്നോ ഏതെങ്കിലും ക്യൂർ മനുഷ്യരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ക്യൂർ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം വലിയ പ്രതിനിധാനത്തിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ സിനിമയോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവർ ആ സിനിമയെ ആഘോഷിക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. അതിനോടൊന്നും നമുക്ക് യാതൊരു പരാതിയോ പരിഭവമൊന്നുമില്ല. പക്ഷേ അതേസമയം അപ്പുറത്ത് മറ്റ് എതിർവാദങ്ങൾക്കുള്ള സ്പേസ് ഉണ്ടാവണം. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ അന്തരീക്ഷത്തിലാണല്ലോ. അപ്പം ഏതെങ്കിലും ഒരു ബൈനറി ചിന്ത മാത്രം പ്രബലമായി നിന്നാൽ പോലെ പല മട്ടിലുള്ള ആശയങ്ങൾ, പല മട്ടിലുള്ള അഭിപ്രായങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള സ്പേസ് വേണം. അപ്പോൾ ആ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാതലിനെ കുറിച്ച് അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ സിനിമയുടെ പ്രമേയപരമായുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ സിനിമ പല മട്ടിൽ വായിക്കാവുന്ന പലതരത്തിലുള്ള അടരുകളുള്ളൊരു സിനിമയായിട്ട് കാണേണ്ടതുണ്ട്. അതേപോലെ ആ സിനിമ ഉണ്ടാക്കിയ ചർച്ചേനെ വലിയ ഹിസ്റ്റോറിക്കലായിട്ട് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. വളരെ വേഗത്തിലാണ് പറഞ്ഞത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. എനിക്ക് ഇനി അലസനോടാണ് ചോദിക്കാനുള്ളത്. ക്വയർ മനുഷ്യരെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു വേദന അല്ലെങ്കിൽ മുറിവുണ്ടാകുന്നത് ഭാഷയെ സംബന്ധിച്ചിട്ടാണ്. പലപ്പോഴും ഞാൻ തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. ഭാഷ കൊണ്ട് മുറിവേറ്റ് പോയ മനുഷ്യരാണ് ഞങ്ങൾ എന്ന്. ഞങ്ങളുടെ രക്തം പൊടിഞ്ഞാണ് സത്യത്തിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇരിക്കുന്നതും. അപ്പോൾ അനസിനോടുള്ള ചോദ്യം ഇതാണ്: ഭാഷയുടെ നവീകരണങ്ങൾ, പുതുക്കലുകൾ, അതൊക്കെ എങ്ങനെയാണ് ഒരു ക്വയർ റെപ്രസെൻറ്റേഷനെ സഹായിക്കുന്നത്? ഷുഡ് ഐ ആസ്ക് ഇൻ ഇംഗ്ലീഷ്? ഹൗ ഡു ദിസ് ലാംഗ്വേജ് ഹെൽപ്പ് in the concept of queer representation with special reference to Malayalam? ഭാഷ ഒരു വലിയ ടൂള് തന്നെയാണ്. നമ്മെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് ഭാഷ തന്നെയാണ്. ഏത് ഭാഷ എന്നതിനപ്പുറത്ത് നമുക്കെല്ലാവർക്കും ഒരു വ്യക്തിഭാഷയുണ്ട്. അത് സംസാരിക്കുന്ന ഭാഷ, ആംഗ്യ ഭാഷ, സൈൻ ലാംഗ്വേജ് അടക്കമുള്ള ഭാഷകളിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറുമ്പോൾ എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ സ്വന്തം ഭാഷയിൽ 100% തെളിമയോടെ പറയുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഭാഷ കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യർ മുറിവേൽക്കപ്പെടുന്നത്, ഇങ്ങനെ സുരക്ഷിതരായി ഇരിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ഭാഷയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ക്യൂർ വ്യക്തി എന്ന രീതിയിൽ എപ്പോഴും സംഘർഷം നേരിടുന്നത് LGBT ക്യൂർ, സ്വവർഗാനുരാഗം, ട്രാൻസ്ജെൻഡർ അങ്ങനെ തുടങ്ങിയ ആ മേഖലയിൽ വരുന്ന പല വാക്കുകളും ടെർമിനോളജികളും പൊതുജനം എന്ന് പറയുന്ന ജനങ്ങളിലേക്ക് ഒട്ടും കണക്റ്റ് ആവാറില്ല. ക്യൂർ എന്ന വാക്ക് തന്നെയും എന്താ അത് എന്ന് ചോദിക്കുന്നവരാണ് 90%. കാരണം അതൊരു ജനകീയതയുള്ളതോ ഒരു ജൈവപരമായിട്ടുള്ളൊരു വാക്കല്ല മലയാളത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് മലയാളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒന്നല്ല. മലയാളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു വാക്ക് ആയിട്ട് ആദ്യം കൊടുത്തത് വിമതം എന്ന വാക്കായിരുന്നു. വിമതം എന്നത് റാഡിക്കൽ എന്നാണ് അർത്ഥം. ക്യൂർ രാഷ്ട്രീയത്തിൻ്റെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. എന്താണ് ക്യൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അതിൽ ഒരു സ്റ്റാൻഡാണ് റാഡിക്കലിസം എന്ന് പറയുന്നത്. ഒരു നിരന്തര പ്രതിപക്ഷമായിരിക്കുക, മുഖ്യധാരയോട് അസിമുലേറ്റ് ചെയ്യാതിരിക്കുക എന്നത് ക്യൂർ രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യേകതയാണ്. അത് രാഷ്ട്രീയപരമായി പറയുന്നത്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് മലയാളത്തിൽ ആദ്യകാലത്ത് അക്കാദമികമായിട്ടുള്ള ഇടങ്ങളിൽ ക്യൂർ എന്നതിന് വിമതം എന്നൊരു മലയാളം വാക്ക് ഉണ്ടാക്കിയത്. പക്ഷേ അതിൻ്റെ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലും രാഷ്ട്രീയ സ്വഭാവങ്ങളിലും ഒന്ന് മാത്രമാണ്. അത് പൂർണ്ണമായും എല്ലാ ക്യൂർ മനുഷ്യരെയും, ക്യൂർ എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ട്രഡീഷണലി പ്രണയം കൊണ്ടും ലൈംഗികത കൊണ്ടും ജെൻഡർ കൊണ്ടും കണക്കാക്കപ്പെടുന്ന ചില ഈ പറഞ്ഞ മുഖ്യധാരയുണ്ട്. ആൺ പെൺ എന്നത് മാത്രം നിലനിൽക്കുന്നു. അവർ പരസ്പരം പ്രണയിക്കുന്നു, പരസ്പരം രതിയിൽ ഏർപ്പെടുന്നു, കുട്ടികളുണ്ടാകുന്നു. ഇതാണ് ഒരു പൊതുവിലുള്ള ഒരു രീതി. അപ്പോൾ ഈ ഒരു രീതിക്ക് മാത്രം സ്വീകാര്യതയുള്ള ഒരു സാഹചര്യത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന, ഒഴിവാക്കപ്പെടുന്ന, അദൃശ്യമാക്കപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യർ അവരെ ഞങ്ങൾക്ക് ചില അനുഭവങ്ങൾ പറയാനുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്യൂർ എന്ന രാഷ്ട്രീയം ഉണ്ടായത്.
നിങ്ങൾ പറയുന്നതല്ല ഞങ്ങൾക്ക് വേണ്ട പ്രണയം, നിങ്ങൾ പറയുന്നതല്ല ഞങ്ങളുടേതായിട്ടുള്ള ആവിഷ്കാരങ്ങൾ, ഈ പറഞ്ഞതിലൊന്നും എനിക്ക് എന്നെ ആവിഷ്കരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു വിശാല അർത്ഥത്തിലാണ് ക്യൂർ എന്ന് നമുക്ക്. അതിനകത്ത് ഗേ മനുഷ്യർ വരുന്നുണ്ട്, ലെസ്ബിയൻ മനുഷ്യർ വരുന്നുണ്ട്, ട്രാൻസ്ജെൻഡർ മനുഷ്യർ, നോൺ ബൈനറി ജെൻഡർ മനുഷ്യർ ഒക്കെയും വരുന്നുണ്ട്. ഈ ലേബലുകൾ എന്ന് പറയുന്നത് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, എനിക്കെന്താണ് എന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാനും മറ്റൊരാളോട് എളുപ്പത്തിൽ പറയാനും വേണ്ടിയിട്ടാണ് ഈ ലേബലുകൾ ഉണ്ടായത്. ലേബലുകളുടെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല, അതൊരു സൗകര്യത്തിനാണ്. ഇപ്പം ഞാൻ ഗേ എന്ന് പറയുമ്പോൾ അവരതിൽ നിന്ന് അതിൻ്റെ അകത്ത് അർത്ഥങ്ങൾ എടുത്തുകൊള്ളും. എനിക്ക് ചരിത്രം തൊട്ടേ പറയേണ്ടതില്ല, എൻ്റെ ഇത്ര പ്രായം തൊട്ട് എനിക്ക് ഇന്ന ആളോട് ഇന്നത് മാത്രമേ തോന്നിയിട്ടുള്ളൂ, ഇന്ന ആളോട് തോന്നിയിട്ടില്ല, ഇങ്ങനെയുള്ള ചരിത്രം പറയാതിരിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു എളുപ്പവാക്യം കൂടിയാണ് ഗേ എന്ന് പറയുന്ന വാക്ക്. അത് തന്നെയാണ് എല്ലാ മനുഷ്യരും. ഇത് ഈ വാക്കുകൾ, ഭാഷ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നേരത്തെ ക്യൂർ അല്ലാത്ത മുഖ്യധാര പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന മനുഷ്യർക്ക് മാത്രമായി അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഭാഷ മുറിവേൽക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. മലയാളത്തിൽ ക്യൂർ മനുഷ്യരെ സംബന്ധിച്ച വാക്കുകളൊക്കെയും തെറിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം തെറി വിളിക്കാൻ മാത്രമാണ് ആളുകൾ ഇത്തരം മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാധ്യമ ഹിജട എന്ന് പറയുന്ന ഒരു വാക്കൊക്കെ വളരെ ഇപ്പോഴും ചർച്ചയിൽ കേൾക്കുന്നൊരു വാക്കാണ്. എന്നുവെച്ചാൽ നിലപാടില്ലായ്മ എന്ന ഒരു വാക്ക് പറയാനാണ് ഹിജട എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നത് തന്നെ. അതുപോലെ പ്രകൃതി വിരുദ്ധം എന്നുള്ള വാക്കാണ് ഇപ്പോഴും, അതായത് പ്രകൃതിക്ക് വിധേയമായും പീഡിപ്പിക്കാം, പ്രകൃതിക്ക് വിരുദ്ധമായും പീഡിപ്പിക്കാം എന്നുള്ള ചിന്തയാണ് ഇപ്പോഴും അവർക്കുള്ളത്. പീഡനമാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു സെൻസ് പോലുമില്ല. പ്രകൃതിക്ക് വിധേയമായി പീഡിപ്പിക്കാൻ അതൊരു എലൈറ്റ് പീഡനമായിട്ട് തന്നെ അവർക്ക് എന്തോ തോന്നുന്നുണ്ടാവും, എനിക്കറിയില്ല. സോ അങ്ങനെ ഇപ്പോഴും പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിക്കുന്ന മനുഷ്യർ എന്നുള്ള ഒരു വാക്ക് പ്രയോഗിക്കാൻ ഇപ്പോഴും സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവരാണ്. ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ എത്രയും പെട്ടെന്നാണ് കുറേ ആളുകൾക്ക് അപമാനം ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ പറയുന്നവർ ചിന്തിക്കാറില്ല. ഈ പറഞ്ഞ പോലെ ആണും പെണ്ണും കെട്ടത് എന്നുള്ള വാക്ക് എത്ര പേരെ അത് മുറിവേൽപ്പിക്കും എന്നുള്ളത് ഈ പറയുന്നവർ ശ്രദ്ധിക്കില്ല. കാരണം അവരുടെ അനുഭവങ്ങളിലൊന്നും അത് കടന്നു പോകുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ മുറിവേൽക്കുന്നവരുണ്ട് എന്നവർ ചിന്തിക്കാറില്ല. അതുപോലെ നപുംസകം എന്ന വാക്ക് ഇന്ത്യയിൽ ട്രഡീഷണലി ഉള്ളൊരു വാക്കാണ്. വെച്ചാൽ പുംസകത്വമില്ലാത്തത്, പുരുഷത്വമില്ലാത്തത് എല്ലാം അന്ന് മോശമെന്നുള്ളതാണ്. സ്ത്രീ അടക്കം നപുംസകം എന്നുള്ള കാറ്റഗറിയിൽ വന്നിരുന്നിടത്തുനിന്ന് പിന്നീട് ബൈനറി അംഗീകരിക്കുന്നു, ബൈനറിക്ക് പുറത്തുള്ളതൊക്കെ പുറത്താക്കപ്പെടുന്നു. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നപുംസകം എന്ന വാക്കിന് പുരുഷത്വമില്ലാത്ത ശരീരങ്ങൾ എന്നുള്ള അർത്ഥമായിരുന്നു കൊടുത്തിരുന്നത്. അതൊരു അപമാനമാണ്. അത് പുരുഷനല്ലാത്തതൊക്കെയും അപമാനമാണെന്നുള്ള പാട്രിയാർക്കൽ ചിന്തയിൽ നിന്ന് വരുന്ന വാക്കുകൾ. അപ്പോൾ സ്ത്രീകൾ എന്ന വിഭാഗം ഒരു വലിയ രീതിയിൽ മുറിവേറ്റിരുന്നു. അതിജീവനം സാധ്യമാകുന്നൊരവസ്ഥയിലോട്ടെത്തി. ഇപ്പോഴും സാധ്യമല്ലാത്ത രീതിയിലാണ് ക്യൂർ മനുഷ്യർ. അതിനകത്ത് തന്നെ ജെൻഡർ, സെക്ഷുവാലിറ്റി, പ്രണയം എന്നിവ കൊണ്ടൊക്കെയും അടയാളപ്പെടുത്തുന്ന കുറേ മനുഷ്യരുടെ, എല്ലാ മനുഷ്യരുടെ അനുഭവം ഒന്നല്ല എന്നുകൂടിയാണ് ഈ പറയുന്ന ഭാഷ നമ്മൾ ഏകീകരണ സ്വഭാവത്തോട് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം. ക്യൂർ മനുഷ്യർ എല്ലാ മനുഷ്യരുടെ അനുഭവങ്ങളൊന്നല്ല. ചിലർക്ക് ജെൻഡറിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് പറയേണ്ടത്, ചിലർക്ക് പ്രണയത്തിൻ്റേതായിട്ടുള്ള എക്സ്പ്രഷൻസുകളെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്, ചിലർക്ക് അവരുടെ ലൈംഗികതയെക്കുറിച്ചിട്ടാണ്. ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ സാമൂഹിക പദവി നിശ്ചയിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴും നമുക്ക് കല്യാണം കഴിച്ചോ എന്നുള്ള ചോദ്യം ജനറലായിട്ട് കേൾക്കേണ്ടി വരുന്ന ഒരു ഇതുണ്ട്. അവരുടെ ഉദ്ദേശം ഒരു സ്ത്രീയുമായി വിവാഹിതരാണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ അല്ലാത്തൊരു സാധ്യതയെക്കുറിച്ച് ഇപ്പോഴും, വിവാഹിതരല്ലാതെ ജീവിക്കുക എന്നുള്ള സാധ്യതയെക്കുറിച്ച് ഇപ്പോഴും ആളുകൾക്ക് എത്തിയിട്ടില്ല. മാരീഡാണോ അല്ലയോ എന്നുള്ളത് അവർക്കൊരു ആളെ അളക്കാനുള്ളൊരു ചോദ്യമാണ്. ചോദ്യങ്ങളിലൂടെ ഒരാളെ എങ്ങനെ ബഹുമാനിക്കാം, എത്രത്തോളം ബഹുമാനിക്കാം, എത്രത്തോളം ചേർത്ത് നിർത്താം എന്നുള്ള പഠനവും അസസ്മെൻറ്റും കൂടെയാണ് നടത്തുന്നത്. ഇപ്പോഴും വിവാഹിതരല്ലാതെ ജീവിക്കാം എന്നുള്ള അവസ്ഥ ആളുകൾക്ക് നോർമലായിട്ടില്ല. അതുപോലെ സെയിം ജെൻഡർ, സെയിം സെക്സുമായിട്ടുള്ള ആളുകളുമായി പ്രണയത്തിലോ വിവാഹം എന്നുള്ള കോൺട്രാക്റ്റിലോ സിവിൽ കോൺട്രാക്റ്റിലോ ഒക്കെ ജീവിക്കാൻ സാധ്യതയുണ്ടെന്നും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിലും അഭിപ്രായം പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ആളുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സിനിമയെക്കുറിച്ചും LGBT മനുഷ്യരെക്കുറിച്ചുമാണ്. ആളുകൾക്ക് എന്തിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്ന രണ്ട് വിഷയങ്ങളാണിത്. കാരണം സ്വയം PhD എടുത്തവരെ പോലെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അതൊന്നും ശരിയല്ല, അതൊക്കെ തെറ്റാണ്, അങ്ങ് ആധികാരികമായി സ്ഥാപിക്കും. അവർക്കതിൻ്റേതായിട്ടുള്ള യാതൊരു അനുഭവ പരിസരവും ഇല്ലെങ്കിലും ആളുകൾക്ക് വളരെ ധൈര്യത്തോടെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഭാഷ കൊണ്ട് മുറിവേറ്റ വിഭാഗങ്ങളുണ്ട് എന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റാനിട്ടാണ്. അപ്പോൾ അത് ഈ സ്വയം നവീകരിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ഈ പറയുന്ന വാക്കുകൾ ആളുകൾക്ക് മനസ്സിലാവാതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, മനസ്സിലാകുന്ന വാക്കുകളൊന്നും ഇവിടെ ജൈവികമായിട്ടുണ്ടായിട്ടില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വാക്കുകൾ ഉണ്ടായതൊക്കെയും പാശ്ചാത്യ ദേശത്തായിരുന്നു. ആ വാക്കുകൾ അതുപോലെ കടമെടുക്കേണ്ടി വരുന്നതും അതിനകത്തൊരു മനുഷ്യത്വപരമായിട്ടുള്ള ചില എലമെൻറ്റുകൾ ഉള്ളതിൻ്റെ പേരിലാണ് ആ വാക്കുകൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് തന്നെ
എല്ലാ രേഖകളും ഉപയോഗിക്കണമെന്ന് സർക്കാർ ഉത്തരവ് ഉണ്ടായതും അതിനപ്പുറത്തുള്ള എല്ലാ വാക്കുകളുടെയും കേട്ടാൽ ബോധം കെടുന്ന രീതിക്കുള്ള ഒരു പ്രകടനത്തിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ മാന്യമെന്ന് ഉള്ളതല്ല അതിൻ്റെ ഘടകം, മനുഷ്യത്വപരമെന്നുള്ളതാണ് ആ വാക്കുകളുടെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ് ഭാഷയിലൂടെയുള്ള നവീകരണം, ഭാഷ കൊണ്ട് ഉൾച്ചേർക്കുക. ഞാൻ പറയുന്ന ഭാഷ കൊണ്ട് മുറിവേൽക്കുന്ന ആളുകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായിട്ട് മാറണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യത്വത്തിൻ്റെ നീരോട്ടങ്ങളുള്ള ആംഗലേയ പദങ്ങൾ നമ്മൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്ന 2-3 കാര്യങ്ങളാണ്. പലപ്പോഴും ക്വയർ മനുഷ്യരെ പറ്റി പറയുമ്പോൾ മറ്റൊരു വിഭാഗം മനുഷ്യരെങ്ങനെയാണ് വി ആർ സ്ട്രെയിറ്റ്സ് എന്ന് പറയാറുണ്ട്. ഭാഷ പഠിക്കുന്നവരോട് പറയാണ് സ്ട്രെയിറ്റ് കൻ ഓൾവേസ് ബെൻഡ്. സ്ട്രെയിറ്റ് ആയിരിക്കുന്നതിന് എപ്പോഴും വളയാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതുപോലെ പ്രണയിക്കുന്ന കുട്ടികളെല്ലാം മുതിർന്നവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പ്രണയമുണ്ട് ഓപ്പോസിറ്റ് സെക്സിനോടാണ്. ഞാൻ ചോദിക്കട്ടെ, ആണും പെണ്ണും മാത്രമല്ല ഇൻ്റർസെക്സ് എന്നൊരു വിഭാഗം മനുഷ്യർ കൂടി ഉള്ളപ്പോൾ ഏതാണ് ഓപ്പോസിറ്റ് സെക്സ് എന്നുള്ള കാര്യം സ്വയം നിർണ്ണയിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഭാഷയുടെ ഒരു വലിയ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാകുന്നത്, എന്തൊരു ഭാഷ കിട്ടിയാലും ഞങ്ങളതിനെ മലയാളീകരിക്കും എന്നുള്ളൊരു തോന്നലാണ് ആളുകൾക്ക്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും റോഡിൽ അപകടം പറ്റി കിടക്കുമ്പോൾ ദയവ് ചെയ്ത് ഫോൺ വിളിച്ച് ആംബുലൻസ് വിളിക്കാതിരിക്കുക. കാരണം മൊബൈൽ ഫോൺ ഇംഗ്ലീഷാണ്, ആംബുലൻസും ഇംഗ്ലീഷാണ്. അടുത്ത ചോദ്യം എനിക്ക് പ്രിയപ്പെട്ട വിഷ്ണുവിനോടാണ് ചോദിക്കാനുള്ളത്. പലപ്പോഴും സമഗ്രമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനെ പറ്റിയോ അല്ലെങ്കിൽ സമഗ്രമായ പദ്ധതികളെ പറ്റിയോ ഒക്കെ നമ്മൾ ആവർത്തിച്ച് സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് ക്വയർ മനുഷ്യരെ പറ്റി സംസാരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, സമഗ്രമായ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എങ്ങനെയായിരിക്കണം എന്നാണ് വിഷ്ണുവിൻ്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ക്വയർ മനുഷ്യരെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തൊഴിൽ, വിദ്യാഭ്യാസം, ഭരണം എന്നുള്ള പ്രധാനപ്പെട്ട ഈ 3 സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിൽ, കൃത്യമായിട്ട് ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സത്യത്തിൽ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലൊക്കെ നമ്മൾ ക്വയർ അയാളുടെ മനുഷ്യരെ വളരെ കുറച്ചേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഒരാൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അയാളുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയുകയും കേരളം അവർക്ക് ഒരു തരത്തിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണെന്ന് തിരിച്ചറിയുകയും ഇവിടുന്ന് നാട് വിടുകയും ചെയ്യുന്ന കുറേ കഥകൾ അല്ലെങ്കിൽ കുറേ തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വിദ്യാഭ്യാസത്തിനൊക്കെ അവരുടെ ലഭ്യത വളരെ കുറവാണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവർക്കുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നത് വളരെ പരിമിതമായിട്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം ജീവിക്കുകയോ അതോ അല്ലെങ്കിൽ പട്ടിണി കിടക്കുകയോ അതോ സ്കൂളിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പട്ടിണി മാറ്റാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് എപ്പോഴും മറുപടി കിട്ടാം. അപ്പം കേരളത്തിൻ്റെ ക്വയർ ചരിത്രമൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നേരത്തെ ആദ്യം മനസ്സുമൊക്കെ പറഞ്ഞതിൻ്റെ 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഞാൻ ഈ സമഗ്രത എന്നുള്ള ആശയത്തേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ MPhil തീസിസിൻ്റെ സമയത്ത് കേരളത്തിലെ ക്വയർ ചരിത്രം ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഒരിടത്ത് പോലും ആൺ പെൺ എന്നുള്ള ദ്വന്ദ്വത്തിന് പുറത്തുള്ള ഒരു മനുഷ്യരെയും നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ അദർശ്യത അല്ലെങ്കിൽ ഈ ഒരു മായ്ച്ച് കളയിൽ നടന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് ഞാൻ ആലോചിച്ചു. ഒന്നാമത് ക്വയർ മനുഷ്യരുണ്ടാവാതിരുന്നിട്ടുണ്ടായിരിക്കില്ല, എന്തായാലും ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ചരിത്രകാരന്മാരുടെയോ നമ്മുടെ രേഖകളുടെയോ ഒന്നും കണ്ണിൽ പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു കണ്ണിൽ പെടായ്മ എന്നുള്ളത് ബോധപൂർവമാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അതിനുശേഷം ഒരു ക്വയർ മനുഷ്യരുടെ ഒരു ചരിത്രത്തിന് കൃത്യമായിട്ടൊരു 20 വർഷത്തെ സമരങ്ങളുടെയും ഇപ്പോൾ ശീതളൊക്കെ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട്. ശീതളൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ ധാരാളം വന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശീതളൊക്കെ ധാരാളം അടി കൊണ്ടിട്ടുണ്ട് എന്ന് പണ്ട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ കുറേ ക്വയർ മനുഷ്യർ ഇതിൻ്റെ പിറകിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ധാരാളമായുള്ള സമരങ്ങളുടെ ചരിത്രമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സമഗ്രമായ മാറ്റം എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഈ സമഗ്രത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം സർക്കാരുകൾ 2 സീറ്റ് റിസർവേഷനൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കൊണ്ടുവരികയുണ്ടായി. പക്ഷേ ആ ഒരു മാറ്റം
ഏത് തരത്തിലാണ് ക്യൂർ മനുഷ്യരെ അല്ലെങ്കിൽ ക്യൂർ വിദ്യാർത്ഥികൾക്ക് സഹായിച്ചത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മാറ്റമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ കാലടിയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി റിസർവേഷനെ പറ്റി, എനിക്ക് 2 സീറ്റ് റിസർവേഷൻ ഉണ്ടല്ലോ എന്ന് അന്വേഷിക്കാൻ പോയ സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഈ 2 സീറ്റ് റിസർവേഷനെ പറ്റിയിട്ട് അറിയില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഇത്തരത്തിലൊരു ഉത്തരവ് കൊണ്ട് എന്ത് മാറ്റമാണ്? അവിടുത്തെ അധ്യാപകർക്ക് പോലും പലർക്കും അറിയില്ല, അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. അപ്പം ഇത്തരത്തിൽ ഈ കേവലമായിട്ടുള്ള ഒരു ഉത്തരവ് മാത്രം ഇങ്ങനെ നൂല് കെട്ടി ഇറക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ അതിൽ നമ്മൾ റൂട്ടിൽ നടത്തേണ്ട വർക്ക് ഏത് തരത്തിലാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത്തരത്തിൽ ഈ ഉത്തരവ് കാണിച്ചുകൊണ്ട് നമ്മൾ സീറ്റ് മേടിച്ചു. ശരി, നിങ്ങൾക്ക് സീറ്റ് തരാം എന്ന് പറഞ്ഞവർ സീറ്റൊക്കെ തരുന്നു. അതിനുശേഷം ഈ കുട്ടീനെ ഈ ഹെട്രോസെക്ഷലായിട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ ബൈനറിയിൽ നിലനിൽക്കുന്ന ഈ സിസ്റ്റം എങ്ങനെ ഈ കുട്ടീനെ സ്വീകരിക്കും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ യാതൊരു മാറ്റമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കമോ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള കേവലമായുള്ളൊരു ഉത്തരവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളോ എടുക്കുന്നത്. ഈ കുട്ടി ഭൗതികമായി ഏത് സാഹചര്യത്തിൽ ജീവിക്കും, ഏത് ഹോസ്റ്റലിൽ ജീവിക്കും എന്നുള്ള ധാരാളം ചർച്ചകൾ അല്ലെങ്കിൽ ധാരാളം ആലോചനകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉത്തരവുകളിലേക്കൊക്കെ എത്തേണ്ടത് എന്നുള്ളതുണ്ട്. മാത്രമല്ല നമ്മുടെ ഭരണം പോലുള്ള അല്ലെങ്കിൽ തൊഴിൽ പോലുള്ള ഇടങ്ങളിലൊക്കെ എത്രമാത്രം ക്യൂറായുള്ള ആളുകൾക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ട് പറ്റില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മുടെ സർക്കാരുകൾക്കൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പം PSC പോലുള്ള ഇടങ്ങളിലൊക്കെ ക്യൂർ മനുഷ്യരെ ഉൾക്കൊള്ളിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ അതിനൊന്നുള്ള ശ്രമങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്യൂർ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു റൂട്ടിൽ നിങ്ങളതിൻ്റെ വേരിൽ ആണ് പണി ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ക്യൂറായുള്ള മനുഷ്യർക്ക് ഗുണം ചെയ്യൂ എന്നുള്ളതാണ്. വിഷ്ണു പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ്. കേരളത്തിലെ പല പദ്ധതികളും ക്യൂർ മനുഷ്യർക്കായി, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടി പല പദ്ധതികളും എഴുതപ്പെടുന്നുവെങ്കിലും അത് പലതും പരാജയപ്പെടുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. ഈ പദ്ധതികളൊക്കെ തന്നെ ഒരു സിസ് ഹെട്രോ ബൈനറിക്കകത്ത് ഇരുന്നു കൊണ്ടാണ് പലരും ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കൺവെൻഷണൽ സ്ത്രീ പുരുഷ കുടുംബങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതുപോലെ തന്നെ ആയിരിക്കണം ഈ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ട്രാൻസ്ജെൻഡർ മനുഷ്യരെ പറ്റി സംഭവിക്കേണ്ടത് എന്നുള്ള ചില ധാരണകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഒരു ക്വയർ എന്ന് പറയുന്ന വലിയ കുടയ്ക്കകത്ത്, അംബ്രല്ലയ്ക്കകത്തുള്ള ഇൻ്റർസെക്ഷനാലിറ്റികളെ കൃത്യമായി ബഹുമാനിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം നമ്മുടെ പല സമഗ്രമായ പദ്ധതികളും മുൻപോട്ട് പോകേണ്ടത് എന്നൊരു ത്വര കൂടി അതിൽ നിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു. ഇനി നമ്മളെല്ലാം തന്നെ മലയാള ഭാഷയിലും മറ്റ് ഭാഷകളിലൊക്കെ അടയാളപ്പെടുത്തിയ എഴുത്താളറുകളും, വീണ്ടും വീണ്ടും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഏത് മേഖലയിൽ ചെന്നാലും ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഭാഷയുടെ ഒരു വളർച്ചയുടെ ഘട്ടമായിട്ട് ഞാനതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുള്ളൂ. പലരും നോട്ടീസിൽ കവി എന്ന് എഴുതുന്ന കാണാം. അത് മൈക്കിൻ്റെ പോയിന്റിൽ വരുമ്പോൾ അത് കവയത്രിയാകും. ചിലർക്ക് എഴുത്തുകാരി എന്ന് വിളിക്കണോ, എഴുത്തുകാരനെന്ന് വിളിക്കണോ. ഇവിടെ ഇന്നലെ സാഹിത്യ അക്കാദമി എന്ന് വിളിച്ചപ്പോൾ തന്നെ സാർ എന്ന വാക്ക് അവർ ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അതിനൊന്നും ഒരു മറുപടി പറയാത്തത് ഇത് അനുദിനം നമ്മൾ പുതുക്കുകയാണല്ലോ എന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡറായ അല്ലെങ്കിൽ ക്വയറായ എഴുത്തുകാരെ എന്ത് വിളിക്കണമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എഴുതുന്ന ആൾ, അതുകൊണ്ട് എഴുത്താൾ എന്നൊരു വാക്ക് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 4 പേരും ആ ഒരു വാക്കിൽ വളരെയധികം കംഫർട്ടബിളാണ്. അപ്പോൾ എനിക്ക് ആദിയോട് മാത്രമല്ല എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത്, നമ്മുടെ രചനകൾ, നമ്മുടെ കവിതകൾ അത് നമ്മളെക്കാൾ മനോഹരമായി മറ്റ് പലർക്കും അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിലും ഇവിടെ ഇന്ന് അത് നമ്മൾ ഓരോരുത്തരും അവതരിപ്പിക്കണം എന്നത് ഒരു രാഷ്ട്രീയത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടി ആയതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ആദി പ്ലീസ് പെണ്ണപ്പനിൽ നിന്ന് തന്നെ ഒരു കവിത അവതരിപ്പിക്കൂ. താങ്ക് യു. പെണ്ണപ്പനിലുള്ള കവിതയല്ല, അതിന് ശേഷം എഴുതിയ കവിതയാണ്. ഭാഷയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചതുകൊണ്ട് ഭാഷയെക്കുറിച്ച് എഴുതിയൊരു കവിതയാണ്. കവിതയുടെ പേര് അ ആ ഇ ഈ ഉ ഊ അമ്മേ.
1. അസാധാരണമാം വിധം ഭാവിയിൽ പെൺകുട്ടിയാകാൻ സാധ്യതയുള്ള എൻ്റെ ശരീരം ആണുങ്ങളുടെ ലോകം ഉപേക്ഷിക്കുന്നു. 2. ആകാശങ്ങളും ഭൂമിയും ഞങ്ങൾക്ക് അന്യം. ഒരു പട്ടി സ്വന്തം വാല് കടിച്ച് വട്ടം കറങ്ങും മാതിരി ഞാൻ എൻ്റെ ശരീരത്തിൽ വട്ടം കറങ്ങി, തുടക്കവും ഒടുക്കവുമില്ലാതെ. 3. ഇത്തവണ എൻ്റെ കാലുകൾക്കിടയിലെ സത്യം ഒരു നുണയായിരുന്നു. എൻ്റെ സത്യം മറ്റെവിടെയോ വിശ്രമിക്കുന്നു. കുപ്പായങ്ങൾ എൻ്റെ ഉടലിനോട് സദാ പരാജയപ്പെടുന്നു. 4. ഈ മരണം അത്രയും സ്വാഭാവികമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സമാധാനം വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മരിക്കുന്നു. 5. ഉലകം മുഴുവൻ ആണുങ്ങൾക്ക് തീറെഴുതി കൊടുത്തത് ആരാകും? ആണുങ്ങളുടേതാകരുത് ലോകം. 6. ഊതി വീർപ്പിക്കാൻ മാത്രം ജീവിതത്തിൽ എന്തുണ്ട് വേദനയല്ലാതെ? 7. ഋതുക്കളെല്ലാം എൻ്റെ ചില്ലയിൽ പാർക്കട്ടെ, കിളികൾ ഉപേക്ഷിച്ച ഇതേ ചില്ലയിൽ. 8. എത്ര ദൂരെയാണ് സ്വർഗം, എത്ര ഭൂഗോളങ്ങൾക്കകലെ, എത്ര ആകാശങ്ങൾക്കകലെ. അവിടെ പാർക്കുന്നുണ്ടാകുമോ എൻ്റെ കൂടപ്പിറപ്പുകൾ, വിശപ്പിൽ വിഷം കഴിച്ചവർ? 9. ഏതോ ഒരു കിളിയുടെ പാട്ടാണ് എൻ്റെ ഉടൽ. തൊട്ടറിയില്ല, ശൂന്യതയിൽ മാത്രം കേൾക്കാം, മിണ്ടാതിരി. 10. ഐരാവതം കണക്കൊരു മേഘം ദൂരെ. ആകാശത്തിലേക്ക് നീട്ടാം ഞാൻ എൻ്റെ ചില്ല. മാറിപ്പോയേക്കുമോ, കൂട്ടുകൂടാതിരിക്കുമോ? 11. ഒരിടത്ത് എന്ന് തുടങ്ങുന്ന കഥയിൽ നിങ്ങൾ എന്നെ കണ്ടെത്തില്ല. ഭൂമിയിൽ എനിക്കിടമില്ല. 12. ഓരോ ചലനങ്ങളിലും ഞാൻ പ്രേതം. ശരീരങ്ങളുടെ നടക്കാത്ത ആഗ്രഹങ്ങളാണ് പ്രേതങ്ങളായി ഭൂമിയിൽ വട്ടം ചുറ്റുന്നത്. 13. ഔഷധങ്ങളൊന്നും എൻ്റെ ശരീരത്തിന് ഏൽക്കില്ല. സ്നേഹം ചികിത്സിച്ചേക്കാം, ഉണക്കിയേക്കാം ഈ മുറിവ്. തൊട്ടൂടെ സ്നേഹത്തോടെ വല്ലപ്പോഴും, കണ്ടൂടെ അത്? 14. അമ്മേ. പലരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപക്ഷെ സമ്മാനം ലഭിച്ച നല്ലൊരു കൃതിയുണ്ട് ഇവിടെ. അത് അനസ് എഴുതിയ ഒരു കത്താണ്. ആ കത്തിനെ പറ്റി കൂടുതൽ അനസ് തന്നെ പറയും. അനസിൻ്റെ കൃതി നമുക്ക് ശ്രദ്ധിക്കാം. ഞാനൊരു കത്താണ് വായിക്കാൻ ശ്രമിക്കുന്നത്. കത്തിനെയും ഒരു സാഹിത്യരൂപമായിട്ടാണ് ഞാനും കാണാൻ ശ്രമിക്കുന്നത്. DC ബുക്സ് ബഷീറിൻ്റെ ജന്മദിനത്തിന് ഒരു മത്സരം സംഘടിപ്പിച്ചിരുന്നു. ബഷീറിൻ്റെ കഥാപാത്രങ്ങൾക്കൊരു കത്തെഴുതു, ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾക്ക്. പ്രിയപ്പെട്ട സാറാമ്മ എന്ന പേരായിരുന്നു അവരതിന് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ശബ്ദങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിലെ അതിനകത്തൊരു ക്യോർ എന്ന് പറയാവുന്ന, അത് ഏത് വാക്ക് ഉപയോഗിക്കണമെന്ന് അന്ന് പറയാൻ പറ്റാതിരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. 1947 ബഷീർ ആ കൃതി എഴുതിയത്. മലയാളത്തിൽ ആദ്യത്തെ ക്യോർ നോവൽ എന്ന് തന്നെ പറയാവുന്ന കൃതി 1947 കേരളവും ഉണ്ടാവുന്നതിന് മുൻപ്, ഭാഷയുടെ പേരിൽ കേരളം ഒന്നിക്കുന്നതിന് മുൻപ് തന്നെ ക്യോർ റെപ്രസെൻറ്റേഷൻ മലയാളത്തിലുണ്ടായിരുന്നു. അത് ബഷീറാണ് എഴുതിയത്. ബഷീറിൻ്റെ പേരിലാണ് ഈ സ്റ്റേജ് അറിയപ്പെടുന്നത്. പ്രകൃതി എന്നാണ് പേരെങ്കിലും ഇത് ബഷീർ സ്റ്റേജ് എന്നാണ് അക്കാഡമി വിളിക്കുക. അപ്പോൾ ബഷീറിൻ്റെ പേരിലുള്ള ഈ സ്റ്റേജിലിരുന്നു കൊണ്ട് ബഷീറിൻ്റെ ഒരു ക്യൂആർ ക്യാരക്ടറിന് എഴുതിയ കത്ത് അന്ന് സമ്മാനം കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു കത്ത് വായിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട ശബ്ദങ്ങളിലെ പേരില്ലാത്ത ആൺവേശിക്ക്, സുഖം, സന്തോഷം എന്നീ വാക്കുകളുടെ അർത്ഥമറിയാത്തൊരു ജീവിതം ജീവിക്കാൻ വിധിക്കപ്പെട്ട നിന്നോട് സുഖമാണോ എന്ന് ചോദിക്കുന്നത് ക്രൂരതയാണെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടതേ എന്ന് വിളിച്ചൊരു കത്ത് നിനക്കാരെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇതുവരെ? നിന്നെ ആളറിയാതെ പ്രാപിക്കാൻ വന്ന് ഗൊണേറിയ പിടിച്ച ഒരു പട്ടാളക്കാരൻ്റെ വാക്കുകളിലൂടെയാണ് നിന്നെ ഞങ്ങൾ വായിക്കുന്നത്. യുദ്ധം കഴിഞ്ഞ് ജീവിതത്തിൽ നല്ലതൊന്നുമില്ല എന്ന് കരുതി നിരാശപ്പെട്ട അയാൾക്ക് നിന്റെ സ്ത്രൈണതകളെ ജൈവസ്ത്രീത്വമെന്ന് തെറ്റിദ്ധരിക്കേണ്ടി വന്നതിലെ കുറ്റബോധമാണ് അതിൽ ഞാൻ വായിച്ചറിഞ്ഞത്. നിന്നെക്കുറിച്ച് എഴുതിയതിന് ബഷീർ എന്തെല്ലാം പഴിയും സാംസ്കാരിക തെറിയും കേട്ടിരിക്കുന്നു. നിന്നെ എഴുതുന്ന കാലത്ത് ലോകത്ത് സ്വവർഗാനുരാഗി എന്ന സ്വത്വം വേരുറച്ചിരുന്നില്ല. ആണിനാൽ പ്രാപിക്കപ്പെടണമെന്ന് മോഹം തോന്നുന്നവർക്കൊക്കെ
അധോലോകത്തിലെ കെട്ട ജീവിതം മാത്രം കിട്ടുന്ന കാലമായിരുന്നു അത്. ആ കാലത്ത് നിനക്ക് പ്രാപ്യമായ ഒരേ ഒരു ജീവിതം ഹിജടകൾക്കൊപ്പം ജീവിക്കലായിരുന്നു. നീ പുരുഷ സ്വർഗാനുരാഗിയാണോ, മനസ്സുകൊണ്ട് സ്ത്രീ ജീവിതം ആഗ്രഹിക്കുന്ന ഒരുവളാണോ എന്നൊന്നും തിരിച്ചറിയാൻ നിന്റെ കാലഘട്ടം നിന്നെ അനുവദിച്ചില്ല. വേശ്യാവൃത്തി കൊണ്ടല്ലാതെ നിനക്ക് പുലരാനാവില്ലായിരുന്നു. മറ്റൊന്നായും നിന്നെ ലോകത്തിന് കാണണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം. നിനക്ക് രോഗം വന്നത് നീ അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. നിനക്ക് ജീവിക്കാൻ കിട്ടിയത് ഒരു ശപിക്കപ്പെട്ട ജീവിതമായിരുന്നു. നിന്റെ ചെറുപ്പത്തിൽ നീ ഗുരുവിനാൽ സ്വവർഗഭോഗത്തിന് വിധേയനായി ഇങ്ങനെയായതാണെന്ന് പറയാനാണ് ബഷീറും ശ്രമിച്ചത്. കാലഘട്ടം ബഷീറിനും തെറ്റായ വിവരങ്ങൾ നൽകിപ്പോയി. ഭ്രൂണത്തിൽ തന്നെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു നിന്റെ ആസക്തികൾ. നിന്റെ ഗുരു നിനക്ക് മാനസികാഘാതവും ശാരീരിക അതിക്രമവും തന്ന ഒരു പീഡകനായിരുന്നു. അയാൾ നിന്റെ ഭാവിയുടെ കാരണമല്ല, ഭൂതത്തിലെ കരടാണ്. നിനക്ക് കത്തെഴുതാൻ ഞാൻ തീരുമാനിച്ചത് എനിക്ക് നിന്നെ മനസ്സിലാവുമെന്നുള്ളത് കൊണ്ടാണ്. ഞാനൊരു പുരുഷനാണ്. എൻ്റെ പ്രണയവും ആസക്തിയും മറ്റൊരു പുരുഷനോടാണ്. നീ ജീവിച്ച ഈ രാജ്യത്തിൽ ഇപ്പോൾ നമ്മൾ തുല്യ പൗരത്വം ഉറപ്പാക്കപ്പെട്ടവരാണ്. ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ രോഗം വന്ന് ചീഞ്ഞില്ലാതാവൽ മാത്രം ഭാവിയായ ഒരു ജീവിതം നിനക്കുണ്ടാവില്ലായിരുന്നു. മറ്റൊരു ജീവിതം സാധ്യമാണിന്ന്. 1940കളിൽ നീ ജീവിച്ചിടത്തു നിന്ന് 2023 ഒത്തിരി ദൂരമുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പം മനസ്സിലാവും. ഭൂരിപക്ഷത്താൽ വേദനിക്കപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ പച്ചകുത്തപ്പെട്ടിരിക്കുന്നു. കാലഘട്ടം മാറിയെന്നേയുള്ളൂ, ജീവിച്ചിരിക്കൽ ഇന്നും സമരമാണ്. പക്ഷേ വിചാരിച്ചാൽ മറ്റൊരു ജീവിതം സാധ്യമാണെന്ന്. പ്രിയപ്പെട്ടതേ, നീ സ്നേഹിക്കപ്പെടുന്നുവെന്ന് തിരിച്ചറിയുക. സ്നേഹം എന്ന് അനസ്. കയ്യടികൾ തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ അംഗീകാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷ്ണുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ധാരാളം മാധ്യമ സുഹൃത്തുക്കളും യൂട്യൂബേഴ്സും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ബഹുമാനപ്പെട്ട കേരള സർക്കാർ 2018 സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം ഒരു ഓർഡർ ഇറക്കിയിരുന്നു, ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിരുന്നു. ട്രാൻസ്ജെൻഡറായ മനുഷ്യരെ പുതിയൊരു പദം കണ്ടെത്തുന്നത് വരെ, ട്രാൻസ്ജെൻഡറിന് തതുല്യമായ പുതിയൊരു പദം കണ്ടെത്തുന്നവരെ മൂന്നാം ലിംഗമെന്നോ ഭിന്നലിംഗമെന്നോ അല്ലെങ്കിൽ മറ്റ് പദങ്ങളോ ഉപയോഗിക്കരുത് എന്ന്. ഇതിവിടെ ആവർത്തിച്ച് ഇപ്പോൾ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല. തീർച്ചയായിട്ടും നാളെ ഇത് പത്രത്തിൽ വാർത്തയായിട്ട് വരും, മാധ്യമങ്ങളിൽ വരും. അവിടെ ഭിന്നലിംഗക്കാർക്കിടയിലെ കവി വന്ന് കവിത അവതരിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ മറ്റ് പല മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ദയവായി നിങ്ങളുടെ മാധ്യമ മേഖലയിൽ ഈ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കട്ടെ. സഭ്യമായ പദങ്ങൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അതിനെ തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കൾച്ചറൽ ലാഗുകൾ കുറയ്ക്കുന്ന പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ആവർത്തിച്ചറിയിക്കുന്നു. ഇനി വിഷ്ണുവിൻ്റെ കവിത കേൾക്കാം. 2 കവിതകൾ വായിക്കുന്നുണ്ട്. ഒന്ന് എൻ്റെ കവിതയും ഒന്ന് ആദീൻ്റെ കവിതയാണ്. ആദ്യം എൻ്റെ കവിത വായിക്കാം. കവിതയുടെ പേര് ഒരുവനെ പറ്റിയുള്ള 1000 നുണകൾ. ഒരുവനെ പറ്റിയുള്ള 1000 നുണകൾ. വലിയ ഇടവേളകളിൽ ശ്വാസമെടുക്കാൻ മുകൾ പരത്തിലെത്തുന്ന മീനു പോലൊരു കാമുകൻ ഉണ്ടെനിക്ക്. വലിയ ഇടവേളകളിൽ ശ്വാസമെടുക്കാൻ മുകൾ പരപ്പിലെത്തുന്ന മീനു പോലൊരു കാമുകൻ ഉണ്ടെനിക്ക്. മുഷിഞ്ഞ് ക്ഷീണിച്ച് പ്രേമം കൊണ്ട് ദാഹം തീർക്കാനായി അയാൾ എൻ്റെ പുഴയോരത്തെ ഒറ്റ വീടിൻ്റെ വാതിൽ മുട്ടുന്നു. പതിവ് പോലെ ഞാൻ അയാളെ ആനയിക്കുന്നു. ചേർത്തു നിർത്തി പുറന്തോലുരിയും പോലെ പൊയ്മുഖങ്ങൾ ഓരോന്നും അടർത്തിക്കളയുന്നു. പുറംപടങ്ങളെല്ലാം പൊഴിച്ച് ഒരുവൻ ഒടുക്കം ജനിച്ച വീണ പോലെ എന്നിൽ ചുരുളുന്നു. ഞാൻ അവൻ്റെ വീടാകുന്നു. സ്നേഹം കൊണ്ട് ഞാൻ അവനെ ഊട്ടുന്നു. പറഞ്ഞല്ലോ, വലിയ ഇടവേളകളിൽ ശ്വാസമെടുക്കാൻ മുകൾ പരപ്പിലെത്തുന്ന മീനു പോലുള്ള ഒരു കാമുകനാണ് അയാൾ. ക്ഷണമാത്ര തമ്മിൽ കാണുന്നു, തൊടുന്നു. ഏത് കണ്ടുമുട്ടലിനൊടുവിലും വേർപിരിയലിൻ്റെ അനിവാര്യതയുണ്ട്. പിരിയാൻ നേരം ഒരു കുമ്പിൽ മണം മാത്രം കോരിയെടുക്കുന്നു. പൊയ്മുഖങ്ങളെല്ലാം അടർത്തിക്കളഞ്ഞ പരുക്കൻ മുഖത്ത് ഉമ്മയുടെ ഒരു ചെടി നടുന്നു. ശ്രദ്ധയോടെ അടർത്തിയെടുത്ത പൊയ്മുഖങ്ങൾ തുന്നിച്ചേർക്കുന്നു. നിസ്സഹായനായ ഒരാളെ പ്രേമിക്കുമ്പോൾ വേദനിപ്പിക്കാതെ മുറി തുന്നാനുള്ള സൂത്രം ദൈവം നിങ്ങളെ നേരിട്ട് പഠിപ്പിക്കുന്നു. എന്തെന്നാൽ മുറിവുകൾ തുന്നിയാണ് ഒരാൾ ദൈവമായി തീരുന്നത്. നിസ്സഹായനായ ഒരാളെ പ്രേമിക്കുമ്പോൾ വേദനിപ്പിക്കാതെ മുറി തുന്നാനുള്ള സൂത്രം ദൈവം നിങ്ങളെ നേരിട്ട് പഠിപ്പിക്കുന്നു. എന്തെന്നാൽ മുറിവുകൾ തുന്നിയാണ് ഒരാൾ ദൈവമായി തീരുന്നത്. അടുത്തത് ആദീൻ്റെ ഒരു കവിത വായിക്കാം.
വലിയ സത്യങ്ങളും ചെറിയ നുണകളും തമ്മിലാണ് പോര്. വലിയ സത്യങ്ങളും ചെറിയ നുണകളും തമ്മിലാണ് പോര്. എൻ്റെ അച്ഛന് തോട്ടിപ്പണിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ചോറ്റുപാത്രത്തിലെ ചമ്മന്തിക്ക് എന്തൊരു രുചിയാണെന്ന് നീ പറയുമായിരുന്നു. എൻ്റെ അച്ഛന് തോട്ടിപ്പണിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ചോറ്റുപാത്രത്തിലെ ചമ്മന്തിക്ക് എന്തൊരു രുചിയാണെന്ന് നീ പറയുമായിരുന്നു. എൻ്റെ അമ്മയുടെ ദേഹത്തെ എണ്ണക്കറുപ്പ് വിറകെന്ന പോലെ വരണ്ടുപോയ അവരുടെ വിരലുകൾ കണ്ടിരുന്നെങ്കിൽ എൻ്റെ ചുറ്റുപാത്രത്തിലെ മുളക് കൊണ്ടാട്ടം നീ തൊട്ടെങ്കിലും നോക്കുമായിരുന്നു. എൻ്റെ അമ്മയുടെ ദേഹത്തെ എണ്ണക്കറുപ്പ് വിറകെന്ന പോലെ വരണ്ടുപോയ അവരുടെ വിരലുകൾ കണ്ടിരുന്നെങ്കിൽ എൻ്റെ ചുറ്റുപാത്രത്തിലെ മുളക് കൊണ്ടാട്ടം നീ തൊട്ടെങ്കിലും നോക്കുമായിരുന്നു. ഒരിക്കലും നിന്നെ ക്ഷണിക്കാത്ത എൻ്റെ വീട് ഒരു വീട് പോലുമായിരുന്നില്ല. ഒരിക്കലും നിന്നെ ക്ഷണിക്കാത്ത എൻ്റെ വീട് ഒരു വീട് പോലുമായിരുന്നില്ല. ഒരു കാറ്റ് തൊട്ടാൽ നിലം പൊത്തിയേക്കാവുന്ന നിറയെ ചോർച്ചയുള്ള ടാർപ്പാ കെട്ടിയ എൻ്റെ വീട് ഒരു വീട് പോലുമായിരുന്നില്ല. വീട്ടിലേക്ക് വരട്ടെ എന്ന നിൻ്റെ ചോദ്യത്തിലേക്ക് എത്ര നുണകൾ എറിയണം എനിക്ക്? വീട്ടിലേക്ക് വരട്ടെ എന്ന നിൻ്റെ ചോദ്യത്തിലേക്ക് എത്ര നുണകൾ എറിയണം എനിക്ക്? നീ ബുക്ക് ചെയ്ത ആ വലിയ ഹോട്ടലിൽ എൻ്റെ ശരീരം ചെറുതായി പോകുന്നത്, ആ വെളുത്ത കട്ടിലിൽ എൻ്റെ ശരീരം അട്ടയാകുന്നത് ഒന്നും നിനക്ക് പിടികിട്ടണമെന്നില്ല. നീ ബുക്ക് ചെയ്ത ആ വലിയ ഹോട്ടലിൽ എൻ്റെ ശരീരം ചെറുതായി പോകുന്നത്, ആ വെളുത്ത കട്ടിലിൽ എൻ്റെ ശരീരം അട്ടയാകുന്നത് ഒന്നും നിനക്ക് പിടികിട്ടണമെന്നില്ല. എന്തിനാണ് നീ തൊടുമ്പോഴെല്ലാം എനിക്ക് പൊള്ളുന്നത്? എന്തിനാണ് നീ തൊടുമ്പോഴെല്ലാം എനിക്ക് പൊള്ളുന്നത്? സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എന്തിനാണ് നീ കെട്ടിപ്പിടിക്കുമ്പോഴെല്ലാം എനിക്ക് ഇറങ്ങിയോടാൻ തോന്നുന്നത്? എന്തിനാണ് നീ കെട്ടിപ്പിടിക്കുമ്പോഴെല്ലാം എനിക്ക് ഇറങ്ങിയോടാൻ തോന്നുന്നത്? നീ അടർന്നു മാറണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, നീ അടർന്നു മാറണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. എന്തിനാണ് നീ ഉമ്മ വയ്ക്കുമ്പോഴെല്ലാം എനിക്ക് ചുണ്ടെരിയുന്നത്? ഉമ്മ വയ്ക്കാൻ അറിയാഞ്ഞിട്ടല്ല. സത്യം വേദനിപ്പിച്ചേക്കുമെന്നതിനാൽ, കള്ളം കൂടുതൽ വേദനിപ്പിക്കുമെന്നതിനാൽ ഞാൻ മരിച്ച പോലെ കിടക്കുന്നുവെന്നേയുള്ളൂ, മരം പോലെ കിടക്കുന്നുവെന്നേയുള്ളൂ. സത്യം വേദനിപ്പിച്ചേക്കുമെന്നതിനാൽ, കള്ളം കൂടുതൽ വേദനിപ്പിക്കുമെന്നതിനാൽ ഞാൻ മരിച്ച പോലെ കിടക്കുന്നുവെന്നേയുള്ളൂ, മരം പോലെ കിടക്കുന്നുവെന്നേയുള്ളൂ. നന്ദി. താളത്തിൽ എഴുതാൻ കഴിയാതിരുന്നത് കൊണ്ട്, പ്രാസത്തിൽ കവിതകൾ എഴുതി ഒപ്പിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് ഞങ്ങളാരും കവികളോ എഴുത്താളർകളോ ആകുന്നില്ല എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയണം. അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? പലർക്കും ഒരു ധാരണയുണ്ട്, നമ്മൾ പ്രാസത്തിൽ ഒപ്പിച്ചെഴുതണം എന്നാലേ ഞങ്ങൾക്കത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഒരു വലിയ വിഭാഗം മനുഷ്യർ അവരുടെ ജീവിതം, കല, സാഹിത്യമൊക്കെ ആസ്വദിച്ച സമയത്തും ഞങ്ങൾ പലപ്പോഴും അരികുകളിലേക്ക് ഒതുക്കപ്പെട്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരു പക്ഷേ ഈ കവിതകൾ വായിച്ചപ്പോൾ നിങ്ങൾക്കത് കൃത്യമായി കാണുമെന്ന് കരുതുന്നു. ഒരു കവിത ഞാനും അവതരിപ്പിക്കാം. കവിതയുടെ പേര് പൈപ്പിൻ ചോട്. വേനലിൽ മണ്ണിലൂന്നിയ കാലുകൾ പൊള്ളിയടരുമ്പോൾ ചിലർ എന്നോ നീരൊഴുക്ക് നിലച്ച പൈപ്പിൻ ചോട്ടിലിരുന്ന് മുകളിലേക്ക് ഊതും, നക്കും, കുലുക്കും, വെറുതെ തിരിക്കും, ഒരിറ്റു നീരിനായി കൊതിക്കും. സ്വത്വത്തിനായി നിലനിന്ന ഞങ്ങൾ ഋതുഭേദങ്ങൾ അറിയാതെ അമ്മയുടെ സ്നേഹത്തിന് തുടിക്കുന്നത് പോലെ. പലപ്പോഴും ഇൻ്റർസെക്ഷനാലിറ്റിയെ പറ്റി പറയുമ്പോൾ മറന്നു പോകുന്നൊരു വിഷയമുണ്ട്, അതുകൂടി അവതരിപ്പിക്കാം. ജാതിത്തോട്ടങ്ങൾ. സ്വത്വം ഉറക്കെ പിടിച്ചതിന് പെറ്റമ്മ പോലും തള്ളിപ്പറഞ്ഞ നമ്മൾ ജാതിത്തോട്ടങ്ങളിൽ വഴി പിരിയുന്നതെങ്ങനെ? 3 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രേക്ഷകരോടും ശ്രോതാക്കളോടുമാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും ചോദിക്കണം. കാരണം ഈ ഒരു പ്ലേസ് വിട്ടു പോകുമ്പോൾ സംശയങ്ങളൊന്നും ഏട്ടത്തല പോലെ മുറുക്കെ മുകളിലേക്ക് നിൽക്കരുത് എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു ദൂരം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത്, ഈ ഒരു കൾച്ചറൽ ലാഗ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള വേദികളും ഡിസ്കഷൻസുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആരും ചോദിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മളിവിടെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ളൊരു സമൂഹമാണ് ക്യൂർ എന്നുള്ളത്. അപ്പോൾ ഈ പാനൽ തന്നെ ഒരു ഡൈവേഴ്സിറ്റി അല്ല എന്നുള്ളതാണ് ഞാനിവിടെ നിന്ന് നോക്കുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു ട്രാൻസ്മെൻ്റെ പ്രാതിനിധ്യം ഇല്ല, ഒരു ട്രാൻസ് അല്ലെങ്കിൽ ഒരു ബൈസെക്ഷൽ വുമണിൻ്റെയോ ലെസ്ബിയൻ വുമണിൻ്റെയോ പ്രാതിനിധ്യം ഇല്ല. 25 വർഷം ഇവിടെ ക്യൂർ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയുള്ള സ്ഥലം കൂടിയാണ് തൃശ്ശൂർ.
സഹയാത്രിക എന്ന് പറയുന്ന വുമൺ മൈനോറിറ്റി ആളുകളുടെ സംഘടന. അപ്പോൾ അത്തരം സംഘടനയുള്ള ഒരു സ്ഥലത്ത് ഒരു അന്താരാഷ്ട്ര സാഹിത്യോത്സവം നടക്കുമ്പോൾ പ്രാതിനിധ്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ഈ പോസ്റ്ററോ ഇൻവിറ്റേഷനോ കിട്ടുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിരുന്നോ? ഇപ്പോൾ അക്കാദമി മെമ്പർ കൂടിയാണ് ഇതിൻ്റെ മോഡറേറ്റർ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഉൾപ്പെടുത്തൽ വേണം എന്നുള്ളത്? അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇൻക്ലൂസിവിറ്റിനെ കുറിച്ചും പറയുന്നത്, ഈ പറയുന്ന റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയുന്നത്, പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ ഈ പാനലിൽ തന്നെ അതില്ല എന്നുള്ളതാണ് ആസ് എ പേഴ്സൺ, ആസ് എ ക്യൂർ പേഴ്സൺ, ആസ് എൻ എ ഹ്യൂമൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതിന് നിങ്ങളുടെ മറുപടി എന്നുള്ളത്, ഞാനിപ്പോൾ നിങ്ങളുടെ മറുപടി ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെയാണോ? നല്ല ചോദ്യമാണ് ശീതൾ ചോദിച്ചത്. കാരണം റെപ്രസെൻറ്റേറ്റീവ്സ് ഇപ്പോൾ ഉണ്ട്. വളരെ അതായത് ഈ ഒരു പ്ലാനിങ് നടക്കുന്ന സമയത്ത് തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഇതിനെപ്പറ്റി മാത്രമല്ല മറ്റ് മറ്റ് സെഗ്മെൻറ്റ്സിലും ക്വയറായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യത്തെ പറ്റി ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ലിസ്റ്റ് പ്രകാരം ഇത്രയും ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ സച്ചിമാഷായിട്ട് സംസാരിക്കാം. നടന്ന ജനറൽ കൗൺസിലിലും അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഈ വിഷയം ഉന്നയിച്ചതാണ്. ഇത്ര ആളുകളെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാം. 2 വർഷം മുമ്പാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ക്വയറായിട്ടുള്ള എഴുത്തുകാർക്ക് വേണ്ടിയിട്ട് ക്വയറായിട്ടുള്ള സാഹിത്യകാർക്ക് വേണ്ടിയിട്ട് ഒരു സാഹിത്യോത്സവം നടത്തിയത്. അതിൽ ഏകദേശം 45ഓളം പുതിയ എഴുത്തുകാരെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായി കേരള സാഹിത്യ അക്കാദമി വ്യത്യസ്ത ക്വയർ എഴുത്തുകാരുടെ ഒരു ആന്തോളജി പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ പരിപാടിയിലും കൂടുതൽ സാന്നിധ്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ശുഷ്കത വന്നതെന്ന് നമുക്കറിയില്ല. ഒരു കാര്യം കൊണ്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവർ തന്ന ലിസ്റ്റ് അല്ലല്ലോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഒരു ലിസ്റ്റ്, ഒരു അധികാരം മല്ലിക ഒരു അക്കാദമി മെമ്പർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതൊരു പ്രശ്നമല്ല പറഞ്ഞ. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിക്കുന്നു. വരാൻ പോകുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ മല്ലികയുടെ പേരുണ്ട് അതിൽ മെമ്പറായി. ഞാൻ മുഴുവിപ്പിക്കാം. മല്ലികയുടെ പേരല്ല അതിലുള്ളത്. മല്ലികാ വസന്തത്തെ ആസ്പദമാക്കിയിട്ട് ഒരു നാടകം വരുന്നുണ്ട്. ഞാൻ മുഴുവിപ്പിക്കട്ടെ ഒന്ന്. ഞാൻ പ്രോഗ്രാം അതിൻ്റെ സംഘാടക സമിതി പോയപ്പോൾ മല്ലിക അതിൽ മെമ്പറാണ്. നമ്മുടെ ഈ ഒരു രൂപീകരണ സമിതിയിൽ, സംഘാടക സമിതിയിൽ. നിങ്ങളുടെ പേര് അവിടെ വായിച്ചു കേട്ടു ഞാൻ ആ മീറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ആദ്യമായി രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട ട്രാൻസ്ജെൻഡർ നാടക ട്രൂപ്പ് ഉണ്ട്. നമ്മൾ 2016 മുതൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നാടകം ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്തരം സ്ഥലങ്ങളിലുള്ള അധികാരികളായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന ഈ ആണത്വബോധം എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുന്ന ആണത്വബോധമാണ്. അപ്പോൾ ആ ആണത്വബോധങ്ങൾ ഇത് മനസ്സിലാക്കത്തുള്ളൂ. അത് ഞാനൊരു റെസ്പെക്റ്റ് ഇല്ലാതെ പറയുന്ന ആളല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിനെ എന്നെ നിങ്ങൾ മോശക്കാരെയാക്കിയിട്ട് ചിത്രീകരിച്ചാൽ, ശീതൾ സംസാരിക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ചാൽ എനിക്ക് നോ പ്രോബ്ലം. പറയേണ്ടത് ഞാൻ പറയും. അപ്പോൾ നിങ്ങളെപ്പോലുള്ളൊരു ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ചുമതല കൂടിയാണ്. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതൊരു സ്നേഹക്കുറവല്ല. അല്ല, അത് സ്നേഹക്കൂടുതലായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ശീതൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അറിയുന്ന ഒറ്റ ഒരു വിഷയം, മല്ലികാ വസന്തത്തെയും അതുപോലെ സക്കറിയ സാറിൻ്റെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ട് ഒരു നാടകം അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അതല്ലാതെ മറ്റൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ആരും എന്നെ അറിയിച്ചിട്ടില്ല. ഇങ്ങനൊരു അറിയിപ്പ് തന്നതിന് നന്ദി. ഞാൻ കൂടുതൽ അന്വേഷിക്കുന്നതായിരിക്കും. വിഷ്ണുവിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാനൊരു അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അധ്യാപക സമൂഹത്തിൽ കുറേ കാലം പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു ഫെമിനിസം എന്ന വാക്ക് പോലും അവർക്ക് ഒട്ടും സ്വീകാര്യമല്ലാത്തൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നിങ്ങളൊരു അധ്യാപിക ആയാൽ അല്ലെങ്കിൽ അധ്യാപകനായാൽ, എനിക്ക് അതിൻ്റെ അധ്യാപകർ എന്താണ് ഭാഷ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, നിങ്ങളുടെ ഒരു സാധ്യത എന്തായിരിക്കും? അതുപോലെ നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എത്ര തീവ്രമായിരിക്കുമെന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. കാരണം ഫെമിനിസത്തിൻ്റെ അടുത്ത് പോയ ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു 10 ഇരട്ടി നിങ്ങൾ അനുഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് ആലോചിച്ചിട്ടുള്ളത്? ഇപ്പോൾ BEd ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആലോചിച്ചിട്ടുള്ളതെന്നാണ്. നന്ദി. ഞാനിപ്പം BEd ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ സ്കൂൾ ഇൻറ്റേൺഷിപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ അധ്യാപകനായിട്ട് പോകുന്ന സമയത്ത് അവിടെയും നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ക്യൂർ വിദ്യാർത്ഥി എന്നുള്ളത് സ്കൂൾ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയായി
ആദ്യം ഞാൻ കോളേജിൽ അങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു ക്യൂർ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിൽക്കുകയും, പക്ഷേ നമ്മൾ കോളേജിൽ ഒരു സ്റ്റാഫ് റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഈ ബൈനറീൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ടീച്ചർ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് അവൻ്റെ മുടി മുറിക്കണം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അവൻ്റെ ഈ ഓർണമെൻറ്റ്സ് എല്ലാം മാറ്റിയിട്ട് വേണം സ്കൂളിലേക്ക് പോവേണ്ടത് എന്നുള്ള രീതിയിലുള്ള കുറേ നിയമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കൂളില്ല എന്നുള്ളതാണ് നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം എന്നുള്ളത്. അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്ന സമയത്ത് എന്ത് മാറ്റമാണ് വരുത്താൻ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ അധ്യാപകൻ എന്നുള്ള രീതിയിൽ നിലനിൽക്കുക എന്നതായിരുന്നു ചോദ്യം. സത്യത്തിൽ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയൊരു സാധനമാണെന്നുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നോ എനിക്ക് എന്താണ് എന്നെ നേരെ നടത്താമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നെ മനസ്സിലാക്കുന്ന, എന്നോട് സംസാരിക്കാനുള്ള ഒരു അധ്യാപകർ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത് വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയുന്ന കുട്ടികളിലൊക്കെ പറയുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് അട്രാക്ഷൻ തോന്നാത്ത മനുഷ്യന്മാർ അല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. അല്ലെങ്കിൽ ഇതെനിക്കെന്തോ രോഗമാണെന്ന് ആളുകൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കുന്നു. പക്ഷേ ഇതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ആരോടും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ ഒരു സ്കൂൾ ജീവിതത്തിൽ മൊത്തത്തിൽ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയത്തൊക്കെ വിചാരിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൗൺസിലർ പോലുള്ള ഒരാൾ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കുട്ടികളോട് കുറേ കൂടിയൊക്കെ ഇങ്ങനത്തെ മനുഷ്യർ കൂടിയുണ്ട്, ഇതൊന്നും പ്രശ്നമല്ല, ഇത് വളരെ നോർമലായുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് അട്രാക്ഷനോ അല്ലെങ്കിൽ ബൈനറി മാത്രമല്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ പറയാൻ നമുക്ക് ധാരാളം പരിമിതി ഉണ്ടെങ്കിൽ പോലും അവരോട് നിരന്തരമായിട്ട് ഇതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കൂളിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ശീതൾ പറഞ്ഞ കാര്യത്തിനോട് പ്രതികരിക്കേണ്ട ഒരു രാഷ്ട്രീയ ബാധ്യത കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്, റെപ്രസെൻറ്റേഷൻ്റെ ഒരു ട്രിക്കി ആയിട്ടുള്ള, അല്ലെങ്കിൽ അതൊരു ഡബിൾ എഡ്ജഡ് സോഡാണ്, ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് പറയാൻ ഞാൻ ശ്രമിച്ചത്. കാരണം ഇപ്പം ശീതൾ പറഞ്ഞ വിമർശനം സാധുവായി നിൽക്കുന്ന വിമർശനം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഉള്ള ഒരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം LGBTIQA2A+ അങ്ങനെ പോകുന്ന ഒരു ആൽഫബറ്റിക് സൂപ്പിനകത്ത് എന്തോരം ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഈ മനുഷ്യരെ മൊത്തം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് എപ്പോഴും ഒരു എക്സ്ക്ലൂഷൻ ഉണ്ടാവും. കാരണം ആരൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താലും അത് എക്സ്ക്ലൂഷണറി ആയി മാറും. ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പുറത്ത് എപ്പോഴും നിന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ദളിത് ആയിട്ടുള്ള, മുസ്ലിം ആയിട്ടുള്ള, ഇൻ്റർസെക്സ് ആയിട്ടുള്ള, നോൺ ബൈനറി ആയിട്ടുള്ള, സിസ് ഗേ ആയിട്ടുള്ള ആളുകൾ ഈ പാനലുണ്ട് നിലവിൽ. അത് പൂർണ്ണതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പൂർണ്ണത എപ്പോഴും അറ്റൈൻ ചെയ്യാത്ത ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിമർശനം വാലിഡ് ആണെങ്കിലും ഈ പ്രായോഗികതയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതേപോലെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു എളുപ്പപ്പണിയാണ്, കുറുക്കുവഴിയാണ്. അതൊരു ലിബറേഷൻ ഒന്നുമല്ല. എളുപ്പവഴി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് സ്വാഭാവികമായി ഈ പരിമിതി ഉള്ളടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന്, ഞാൻ BEd കഴിഞ്ഞ ഒരാളാണ്. BEd കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് കോളേജിലാണ് BEd ചെയ്തത്. ആ കോളേജ് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ ആ കോളേജുമായിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീഗൽ ഫൈറ്റിനകത്താണ് എൻ്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലുള്ളൊരു സ്ഥലത്ത് 60 കഴിഞ്ഞൊരു മുതിർന്ന പ്രൊഫസർ, രാമചന്ദ്ര സിറസ് എന്ന് പറയുന്ന ഒരു പ്രൊഫസർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അയാൾ സ്വർഗ അനുരാഗി ആയതുകൊണ്ട്. ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്, 2000-ങ്ങൾക്ക് ശേഷം 2010-ലാണ് സംഭവിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയാണ് ഈ അധ്യാപനം എന്ന് പറയുന്ന ജോലിയിലേക്ക് കടക്കുന്ന സമയത്ത്. നമ്മളെപ്പോഴും ഹൈപ്പർ സെക്ഷുവലായിട്ടാണ് കാണുന്നത്, നമ്മൾ ഭയങ്കര സെക്ഷുവലൈസ്ഡ് ആയിട്ടാണ് മനസ്സിലാക്കുക. ഒരു ക്വയർ വ്യക്തി എന്ന് പറഞ്ഞാൽ സെക്ഷുവലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികളോട് ഇടപെടുന്ന സമയത്ത് ഈ ഒരു ജാഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കാരണം നമ്മളെ കുട്ടികളെ വഴി തെറ്റിക്കുന്നവരായിട്ട്, കുട്ടികളെ പീഡിപ്പിക്കുന്നവരായിട്ടാണ് നിരന്തരം ഈ മീഡിയ നാരേറ്റീവ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളോട് ഇടപെടുക, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ മാണിക്കക്കല്ല് പോലെ സ്കൂളിൽ അങ്ങോട്ട് വിമോചിപ്പിച്ച് കളയും, കുട്ടികളെ ഭയങ്കര ഈ ഇങ്ങനത്തെ ഫെമിനിസവും ക്യൂർ സിദ്ധാന്തങ്ങളും അങ്ങനത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് വിമോചിപ്പിക്കുന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിൽ ഞാൻ പോകുന്നത്. പക്ഷേ അതിനകത്ത് ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പെടുത്തിക്കളയുന്നു. ഒന്നും നടക്കില്ല. നമ്മൾ സാമ്പ്രദായികമായിട്ടുള്ള ഒരു ചൂരൽ കാണിക്കുന്ന അധ്യാപകനായിട്ട് മാറും അതിനകത്ത് ചെല്ലുന്ന സമയത്ത്. അത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ആ സിസ്റ്റത്തിനെ എങ്ങനെ ചാലഞ്ച് ചെയ്യാൻ പറ്റും, ചോദ്യം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ടീച്ചിങ് ക്ലാസ്സിൽ ഏറ്റവും വലിയ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഭയങ്കര ബഹളമുള്ള ക്ലാസ് മുറിയാണ്. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരുത്തനെ പിടിച്ച് പുറത്താക്കി. ക്ലാസ്സിൻ്റെ പുറത്താക്കിയല്ല,
പിടിച്ച് നിർത്തി സൈഡിലേക്ക് നിർത്തി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം. ഞാൻ കോളേജിൽ ഭയങ്കര പുരോഗമനമൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസാവകാശം നിഷേധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതിലൂടെ. അപ്പോൾ എനിക്ക് റിഗ്രറ്റ് വന്ന അടുത്തൊരു മൊമെൻറ്റിൽ തന്നെ ഞാൻ അവരോട് തിരിച്ച് സീറ്റിൽ കയറി ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞ് ഞാൻ ഇരിക്കില്ല, മാഷ് എന്തിനാണ് എന്നെ പുറത്താക്കിയത്, ഞാനല്ല സംസാരിച്ച് ബാക്കി കുട്ടികളെ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധമായി. അപ്പോൾ നമ്മളത് തിരിച്ചറിയുന്ന സമയത്ത്, ആ തെറ്റ് തിരിച്ചറിയുന്ന സമയത്ത് ആ കുട്ടീനോട് സോറി പറയാനുള്ളൊരു സന്നദ്ധത കാണിക്കണം. അപ്പം ആ സന്നദ്ധത എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് അത് ഉണ്ടായിരുന്നില്ല, തെറ്റ് മനസ്സിലാക്കാൻ. കാരണം ഭയങ്കര ഈഗോയിസ്റ്റിക് ആയുള്ളൊരു സ്പേസാണ്. അത് മാത്രമല്ല, ഇപ്പം +2ൻ്റെ സമയത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്ത് ഒരു കുട്ടി എന്നോട് കമ്മിങ് ഔട്ട് ചെയ്തു, അവൻ ബൈസെക്ഷൽ ആണ്, അതിൻ്റെ പേരിൽ അവൻ ഒരുപാട് ബുള്ളിങ് ഒക്കെ നേരിട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഈ വാക്ക് പോലും എനിക്കില്ലായിരുന്നു, എന്നെ വിശദീകരിക്കാൻ, എൻ്റെ ഐഡൻറ്റിറ്റിനെ വിശദീകരിക്കുന്ന ഒരു വാക്ക് പോലും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ആ സ്പേസ് ഉണ്ട്, അവർക്ക് അധ്യാപകരോട് ആ രീതിയിൽ ചെറിയൊരു സാധ്യതകളുണ്ട്. സ്കൂളിന് പുറത്താണെങ്കിൽ, സ്കൂളിന് പുറത്തുനിന്നാണ് ഞങ്ങൾക്ക് ആ സംഭാഷണം സാധ്യമാകും. കാരണം സ്കൂളിനകത്ത് അങ്ങനെ ഒരു സംഭാഷണം സാധ്യമാവുകയില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഭാവി എന്ന് പറയുന്നത് ഭയങ്കര ഞെട്ടലോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇപ്പം കേരളത്തിലാണെങ്കിൽ അനീറ ഫാത്തിമ എന്ന് പറഞ്ഞ ട്രാൻസ് ആയ വ്യക്തിക്ക് അധ്യാപനത്തിന് വേണ്ടിയിട്ട് ദയാഹർജി കൊടുക്കേണ്ടി വന്നു. അവർക്ക് ജോലി കിട്ടുന്നില്ല, അവർക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിട്ട് പോലും അവർക്ക് ദയാഹർജി കൊടുക്കേണ്ടി വരുന്നു. ഗവൺമെൻറ് ഇടപെടുന്നു, അവർക്ക് ഒരു ജോലി കൊടുക്കുന്നു എന്നുള്ളൂ. അപ്പോൾ അത് വ്യക്തിതലത്തിലുള്ള ഒരു ഇടപെടലാണ്. വ്യക്തികൾക്ക് പ്രശ്നം ഉണ്ടാവുന്നു, ആ വ്യക്തിനെ അങ്ങ് രക്ഷിച്ചേക്കാം എന്നുള്ള ഇടപെടലാണ്. അതിനപ്പുറത്തേക്ക് കമ്മ്യൂണിറ്റിക്ക് ഒരു റിസർവേഷൻ ജോലികളിൽ, ആ രീതിയിലൊരു സാമുദായികമായിട്ടുള്ള മട്ടിലേക്ക് അത് മാറുന്നില്ല, വ്യക്തിതലത്തിൽ നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഭാവി ഞാനും വിഷ്ണുവും ഈ മേഖലയിലേക്ക് കടക്കാൻ പോകുന്ന ആളുകളൊക്കെ നേരിടുന്ന വലിയ പ്രശ്നമാണിത്. റെപ്രസെൻറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയാണ്, ഒരു പാനലും ഒരു കാലത്തും പൂർണ്ണമാകാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം. എത്രത്തോളം ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഗേ വ്യക്തിയായിട്ട് വന്നിരിക്കുന്നു, ഞാൻ എല്ലാ ഗേ വ്യക്തികളെയും പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരാളല്ല. എൻ്റെ ഗേ അനുഭവമല്ല വേറൊരു ഗേ വ്യക്തിക്ക് എന്നിരിക്കെ അയാളെ ഞാൻ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാനുള്ള അവകാശം പോലും എനിക്കില്ല. എനിക്ക് എൻ്റെ അനുഭവങ്ങൾ മാത്രം പറയാൻ കഴിയുന്ന ഒരാൾ, ഞാൻ എല്ലാ ഗേ വ്യക്തികളുടെയും റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ട്രാൻസ് വ്യക്തിക്ക് മറ്റൊരു ട്രാൻസ് വ്യക്തിയുടെ റെപ്രസെൻറ്റേറ്റീവായി സംസാരിക്കുന്നതിലും പരിമിതിയുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ബേസിക്കിൽ തന്നെ പ്രശ്നം ഉണ്ടായിരിക്കെ നമുക്ക് ഈ എല്ലാ പാനൽ റെപ്രസെൻറ്റേഷൻസും എപ്പോഴും പ്രശ്നമാണ്. അത് എനിക്ക് ആഗ്രഹമുള്ളതാണ്, എല്ലാവരും പ്രതിനിധീകരിക്കപ്പെടണം. എൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ഗേ അനുഭവമുള്ള വ്യക്തി പ്രതിനിധീകരിക്കപ്പെടണം. ഇൻ്റർസെക്ഷനാലിറ്റിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞാനെന്ന മുസ്ലിം കൾച്ചറലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു വ്യക്തിയുടെ ഗേ അനുഭവമായിരിക്കില്ല മറ്റൊരു ഇപ്പോൾ പുരോഹിതരായിട്ടുള്ള ഒത്തിരി സ്വർഗാനുരാഗികളെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് ആ സിസ്റ്റത്തിനകത്ത് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളുണ്ട്. അവർക്ക് തുറന്നിപ്പോൾ കത്തോലിക്ക മാത്രമല്ല, എല്ലാ സഭയിലും കുറച്ചെങ്കിലും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് സഭകളൊക്കെയുണ്ട്. അവിടുത്തെ പുരോഹിതർക്കടക്കവും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു അനുഭവം എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അയാളും ഗേ വ്യക്തിയാണ്, ഞാനും ഗേ വ്യക്തിയാണ്. ഈ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഇതാണ്. ഗേ എന്ന സ്വത്വത്തിൽ ഗവൺമെൻറ്റിന് അടയാളപ്പെടുത്താൻ എളുപ്പമാണ്. ഗേ വ്യക്തികൾക്കെല്ലാം ഒരു സാധനം കൊടുക്കാം, പക്ഷെ അത് എനിക്ക് വേണ്ട സാധനവും വേറൊരു ഗേ വ്യക്തിയുടെ സാധനവും. അപ്പോൾ റെപ്രസെൻറ്റേഷൻ എപ്പോഴും പ്രശ്നം തന്നെയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ ഇപ്പോഴും ഇല്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രശ്നമെന്ന് അംബേദ്കറും പറഞ്ഞത്. ജനാധിപത്യം എപ്പോഴും പൂർണ്ണമാകില്ല എന്നുള്ള അംബേദ്കറിൻ്റെ ഭാഷ്യം അത് തന്നെയാണ്. എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും ഒരു രാജ്യത്തുണ്ടാവില്ല. ഏറ്റവും ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നിടത്ത് പോലും എല്ലാ മനുഷ്യരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു ഒരു വേദനയാണ്. അതൊരിക്കലും ഒരു ഒഴിവ് കഴിവല്ല, അത് വേദനയാണ്. എത്രത്തോളം ഇൻക്ലൂസീവ് ആക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം ആക്കിക്കൊണ്ടേ ഇരിക്കണം. അതിന് പറ്റുന്നവർ അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. എത്രത്തോളം പറ്റുന്നു അത്രത്തോളം ചെയ്യണം. പരിമിതികൾ നമുക്ക് എപ്പോഴും മുന്നിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം, അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം. വിഷ്ണുവിനോട് ചോദിച്ചതിൽ ഒരു ആഡിങ് എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല ഗവൺമെൻറ് അർദ്ധ സർക്കാർ മേഖലയിലും ട്രാൻസ്ജെൻഡറായ മനുഷ്യർക്കൊക്കെ ജോലി കൊടുക്കുന്നു എന്നാണ് പറയുന്നത് പോലും, ജോലി കൊടുക്കുന്നു. അപ്പോൾ ഈ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് സംഭവിക്കുന്നുണ്ട്. ഈ കോൺഫ്ലിക്ട്സ് സംഭവിച്ച് നമ്മൾ അതിൽ ഇടപെടുമ്പോഴാണ് മനസ്സിലാകുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു ഫൗണ്ടേഷനും ലേ ചെയ്യാതെയാണ്, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ്, അല്ലെങ്കിൽ ഒരു ക്വയർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാതെയാണ് പലപ്പോഴും അവിടെ ട്രാൻസ് മനുഷ്യരും അല്ലെങ്കിൽ ക്വയർ മനുഷ്യരും ഒക്കെ ജോലിയുടെ ഭാഗമായി മാറുന്നത്. എനിക്ക് തോന്നുന്നു ആദി കോളേജിൽ ചെന്ന സമയത്ത്, എനിക്കറിയില്ല, ഞാൻ ആദിയോട് ആ സമരത്തെപ്പറ്റി ചോദിച്ചിട്ടില്ല ഇതുവരെ. ആദി അവിടെ ചെന്ന സമയത്ത് ഒരു ടോയ്ലറ്റ് ആവശ്യപ്പെട്ടു. അതായത് അദ്ദേഹത്തിന് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ
ഒരു ടോയ്ലറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരമല്ല, ഒരു റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അധ്യാപകരുടെ മനസ്സിൽ ആദ്യം ഉണ്ടായൊരു ചിന്ത, അവൻ ആദ്യമായിട്ട് കോളേജിൽ വന്നിട്ട് ചോദിക്കുകയാണ് അവന് പ്രത്യേകമായിട്ടൊരു ടോയ്ലറ്റ് വേണമെന്ന്. അങ്ങനെ ചോദിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ഒരു കാഴ്ച ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ടാക്കുന്നതിൻ്റെ കാരണം സംഭവം വാസ്തവത്തിൽ ഈ പറയുന്ന സിസ് ഹെട്രോ ഫാസിസത്തിന് അപ്പുറത്തേക്ക് ഈ പറയുന്ന വൈവിധ്യങ്ങളെ, വൈജാത്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം കൂടിയാണ്. അതിന് ഒരു വിഭാഗം മനുഷ്യർ, അതിന് എല്ലാ കാലത്തും ഇനി ക്വയർ മനുഷ്യൻ അവിടെ പഠിച്ച് അയാൾ സ്വയം സമരം ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് എത്ര കണ്ട് നടക്കും? ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ശരിക്കും അതേപോലുള്ള ആളുകളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യാണ് വേണ്ടത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒത്തിരി അധികം സ്ട്രഗിൾ ആ ക്യാമ്പസിൻ്റെ അകത്ത് അനുഭവിച്ചിട്ടുണ്ട്. മനക്കരുത്തില്ലാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം സ്വയം അതിജീവിച്ച് വരൂ, ഞങ്ങൾ അത്രയും കാലം മിണ്ടാതിരിക്കാം, അത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ആദരിക്കുമെന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂസിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ലാതെ അതിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻസ്? ഹലോ, നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ക്യൂറിൻ്റെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ജെൻഡർ ഇതിനെക്കുറിച്ച് മഴവില്ല് എന്നുള്ള അർത്ഥത്തിലാണ് പറയാറ്. പക്ഷേ പലപ്പോഴും ഈ ഭാഗത്തിലുള്ള ആളുകൾ ബൈനറിയിലേക്ക് തിരിച്ചു വരികയും ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ഒക്കെ വിധേയാവുകയും ചിലരെല്ലാം ഈ നമ്മുടെ പല കാര്യങ്ങളിലും പല ആശുപത്രികളും ഇത് ഇനി പ്രത്യേക സൗകര്യങ്ങളില്ലാതെ ഇതെല്ലാം ചെയ്ത് പലരും ആത്മഹത്യയിൽ അഭയംപ്രാക്കിയൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് അനന്യ പോലുള്ള ആളുകളുടെയൊക്കെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം ഇതിൽ നിന്ന് എങ്ങനെ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? ട്രാൻസ്ജെൻഡർ അടക്കമുള്ള വ്യക്തികൾ ബൈനറിയിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തി എങ്ങനെയാണ് ജെൻഡറിനെ കൺസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ജെൻഡറിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വന്തം ശരീരത്തിൽ ഏറ്റവും കംഫർട്ടായിട്ട് സ്വന്തം ജെൻഡറിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു, എങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയുന്നു, ഈ കാര്യങ്ങളെ വെച്ചിട്ടാണ് ഒരു വ്യക്തി തൻ്റെ ജെൻഡറിനെ എക്സ്പ്രസ് ചെയ്യാനും അതിനൊരു പേര് കൊടുക്കാനും തീരുമാനിക്കുന്നത്. ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികളും ഞാൻ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പറയുന്നവർ എന്നുള്ളത് പുറത്തുള്ളവരുടെ ധാരണയാണ്. അവർ ചെയ്യുന്നത് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ് എന്ന് പറയുന്നവരടക്കമുള്ള മനുഷ്യരാണ്. അപ്പോൾ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും കൂടി ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരം ആളുകളുണ്ട്. ആ ഒരു വൈവിധ്യം അതിനകത്തുണ്ട്. അപ്പോൾ ബൈനറിയിലോട്ട് ഫിക്സ് ചെയ്യപ്പെടുകയല്ല, സ്ത്രീയാണ് പുരുഷനാണ് എന്നുള്ള അവരുടെ തിരിച്ചറിവിനെയാണ് അവർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് അവരുടെ ശരീരത്തോട് അവർക്ക് എങ്ങനെയൊക്കെയാണ് ഇടപെടാൻ കഴിയുന്നത്, അതിനുള്ള മാർഗങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളിലൂടെയാണ് ഈ കടന്നു പോകുന്നത്. അതിന് ചിലർക്ക് സർജറി ആവശ്യമുണ്ട്, മറ്റുള്ളവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഇൻക്ലൂഷനാണ് ആവശ്യം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ നമുക്ക് WPATH പോലെയുള്ള കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അതിപ്പോഴും കൃത്യമായിട്ട് പാലിക്കാനുള്ള ഒരു മനോഭാവം എല്ലാവരിലേക്കും ഉണ്ടാക്കിയെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞത്. WPATHൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ചെയ്യപ്പെടുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അവരുണ്ട്. അതൊന്നും ഇല്ലാത്ത ലോകമൊന്നുമല്ല ഇത്. അത് എനിക്ക് പുതുതായിട്ട് പഠിക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു ഡോക്ടർ കമ്മ്യൂണിറ്റിയുടെയും കൂടെ പ്രശ്നമാണത്. ഇപ്പോൾ തന്നെ IPC മാറി BMS വരുമ്പോൾ കഷ്ടപ്പെടുന്ന അഡ്വക്കേറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളെ അറിയാം, ഇനി ഇതും കൂടെ പഠിക്കണമല്ലോ. അതായത് ഇനിയും പഠിക്കാൻ വയ്യ എന്നുള്ളതാണ് പ്രശ്നം. ആ കൊണ്ടുവന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അപ്പോഴും പുതിയൊരു കാര്യം പഠിക്കാൻ വയ്യാത്തത് കൊണ്ടുള്ള എളുപ്പവഴി തേടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യരെയും കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതി പഠിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള പാട് ആണ് പല മനുഷ്യരെയും ഈ പറഞ്ഞ ആത്മഹത്യയിലോട്ടടക്കം കൊണ്ടുപോകുന്നത്. ഈ എൻ്റെ കരിയറിൽ 1-2 തവണ മാത്രം വരാൻ പോകുന്ന മനുഷ്യർക്ക് വേണ്ടി ഞാൻ എന്തിന് ഇത്രയും പഠിക്കണമെന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്വാർത്ഥത, അതും കൂടെ അടക്കം ഒരു വലിയ ഡോക്ടർ കമ്മ്യൂണിറ്റി അങ്ങനെ ചിന്തിച്ചാൽ ഈ പറയുന്ന ആളുകൾ എവിടെ പോകും ചികിത്സയ്ക്ക്? ഈ WPATH അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഇംപ്ലിമെൻറ്റേഷൻ, നല്ല ചിലവൊക്കെയുണ്ട്. എത്ര മാനേജ്മെൻറ്റുകൾക്ക് തയ്യാറാവുന്നുണ്ട്, ഗവൺമെൻറ്റിന് എത്രത്തോളം ആ ഫെസിലിറ്റി എല്ലായിടത്തും എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ബൈനറിയിലോട്ട് പോകുന്നതിൻ്റെ പ്രശ്നമൊന്നല്ല, ബൈനറിയിൽ പോകുന്നവരടക്കമുള്ളവരെയും സ്വീകരിക്കാൻ കഴിയുന്ന, അതനുസരിച്ച് സമൂഹത്തിൽ ജീവിതം സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പറയുന്ന സിസ്റ്റംസ് അപ്ഗ്രേഡ് ചെയ്യപ്പെടാതിരിക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം. ബൈനറിയിലടക്കമുള്ളവർക്കും ജീവിക്കാൻ പറ്റണം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ബൈനറിക്ക് പുറത്ത് ജീവിക്കാൻ ഇപ്പോൾ എനിക്ക് സർജറിയുടെ ആവശ്യമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നോൺ ബൈനറി ജെൻഡറുള്ള വ്യക്തി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ തന്നെ സർജറിയോട്
പോയിട്ട് തൻ്റെ ഇൻകോൺഗ്രുവൻസിനെ പരിഹരിക്കേണ്ടതില്ലാത്ത കുറേ വ്യക്തികളുണ്ടാകും. അപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ബൈനറി ബോധം ആളുകൾക്കുമുണ്ട്. ട്രാൻസ്ജെൻഡർ ആണെന്ന് ഒരാൾ പറഞ്ഞാൽ എന്നാ സർജറി ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന തരത്തിൽ തിരിച്ചാണ് വരേണ്ടത്. സർജറി ചെയ്യുക അതൊരു ആവശ്യമല്ല, ആ വ്യക്തിക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള ഒരു സംസ്കാരം കൂടി അത് കമ്മ്യൂണിറ്റിക്ക് അകത്തും ഉണ്ടാകണം, പുറത്തും ഉണ്ടാകണം. ഈ അകത്തും ഇതില്ലായ്മയുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് മറ്റൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയോട് പറയുമ്പോൾ സർജറി ആവശ്യമാണെന്നുള്ള ഒരു തോന്നൽ അവരുടെ സംസാരത്തിലും ഉണ്ടാകാതിരിക്കാനും ഈ വിദ്യാഭ്യാസം ആവശ്യമാണ്. ക്യൂർ വ്യക്തിയാണെന്ന് കരുതി എല്ലാവർക്കും ഈ ടേംസും ഈ ഡബ്ല്യു പാത്തൊക്കെ അറിയണമെന്നില്ല. ഇപ്പോൾ സ്ത്രീയാണെന്ന് കരുതി ഇവിടുത്തെ എല്ലാ സ്ത്രീ സംരക്ഷണ നിയമം എല്ലാ സ്ത്രീകൾക്കും അറിയാമോ? സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് UN എന്തൊക്കെ പറഞ്ഞു എന്ന് എല്ലാ സ്ത്രീകൾക്കും അറിയണമെന്നില്ല. ഓരോ നിയമങ്ങൾ എത്രത്തോളം പറയുന്നെന്ന് അറിയണമില്ല. വിവാഹിതയാണെന്ന് കരുതി ഗാർഹിക പീഡന നിയമനത്തിൻ്റെ എല്ലാ ക്ലോസും അറിയണമെന്നില്ല. ഇതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെയാണ് പലരും അറിയുന്നത്. ഇതേ അവസ്ഥ തന്നെ ക്യൂർ വ്യക്തികളിലും ട്രാൻസ്ജെൻഡർ മനുഷ്യരിലും ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞു വരുന്നവരേ ഉള്ളൂ. ഇതൊക്കെ വളരെ വിശാലമായിട്ട് പലയിടത്ത് കിടക്കുന്നതാണ്. ഓർഗനൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ ഒരു യാത്രയിലൂടെയാണ്. ഹായ്, ഞാനൊരു ഗവേഷണ വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യത്തിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം നമ്മുടെ മാറ്റങ്ങളെല്ലാം തുടങ്ങുന്നത് മിക്കവാറും വിദ്യാഭ്യാസത്തിലൂടെ ആയിരിക്കും. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അത് അവെയർനെസ് പ്രോഗ്രാമിലൂടെയും ഒക്കെയാണ് തുടങ്ങാറുള്ളത്. അപ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസ വിദഗ്ധർ പ്രധാനമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് NEP 2020 അനുഭാവനം ചെയ്യുന്ന സ്കിൽ അക്വിസിഷൻ. ഒരു വിദ്യാർത്ഥി അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് സ്കിൽ അക്വിസിഷൻസ് ആണെന്നുള്ളത്. അത് 21st സെഞ്ച്വറി സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ വേണ്ട എല്ലാ സ്കിൽസും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുക, എല്ലാവരിലും പ്രായലിംഗ ഭേദമന്യേ ഉണ്ടാക്കുക എന്നുള്ളിടത്താണ് ഇപ്പോൾ വിദ്യാഭ്യാസം നിൽക്കുന്നത്. എൻ്റെ ചോദ്യം അതായത് ഇപ്പോൾ നമ്മൾക്കിടയിലുള്ള ദൂരം കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഇരിക്കുന്നത് വ്യക്തമായ കുറേ കാര്യങ്ങളിൽ നിങ്ങളുടെ സംഭാവനകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ലൈഫ് സ്കിൽസിനെ കുറിച്ച് പറയുമ്പോൾ ലൈഫ് സ്കിൽസിലെ ഏറ്റവും മദർ സ്കിൽസ് എന്നറിയപ്പെടുന്നത് സെൽഫ് അവെയർനെസ് ആണ്. എനിക്ക് തോന്നുന്നത് സെൽഫിനെ ഏറ്റവും നന്നായി അറിഞ്ഞവരാണ് ഈ QR കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തരും. കാരണം ഞാനടങ്ങുന്ന പലർക്കും ജനിച്ച കോലത്തിൽ അല്ലെങ്കിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൽ എക്സിസ്റ്റ് ചെയ്യാൻ മാത്രം ഞങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിലപ്പുറം ഈ ഒരു QR കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തർക്കും അവരവരുടെ ഐഡൻറ്റിറ്റിനെ ഡിസ്ക്ലോസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഡിക്ലെയർ ചെയ്യാനും തന്നെ ഒരു സർവൈവൽ ആവശ്യമായി വന്നിട്ടുണ്ട്. ഓരോ ദിവസവും അവർ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ക്രീമി ലെയറിലുള്ളവരാവട്ടെ, അതല്ല അതിലേക്ക് വന്നവരാവട്ടെ, ആരായിരുന്നാലും. അപ്പോൾ എൻ്റെ ചോദ്യം ഈ വേദിയിലിരിക്കുന്ന 4 പേരോടും കൂടി ആയിട്ടാണ്. വാട്ട് സ്കിൽസ് ഓർ ക്വാളിറ്റീസ് മെയ്ഡ് യു ടു ബിക്കം ആൻഡ് റെപ്രസെൻറ്റേഷൻ? എല്ലാവരും ഇതിലേക്ക് വരുന്നില്ല. നിങ്ങൾ കുറച്ച് പേര് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്ത് ക്വാളിറ്റീസാണ്, എന്ത് സ്കിൽസാണ് നിങ്ങളെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റിയത്? അതറിയാൻ ഉള്ള ആകാംക്ഷ എന്താണെന്ന് വെച്ചാൽ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി ഒരുപാട് പേര് ഈ മുകളിലേക്ക് വരും എന്നുള്ളതാണ്. താങ്ക് യു. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതുന്നു, കാരണം സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്നാൽ അതുകൂടെ ചോദിച്ചിട്ട് ഒരുമിച്ച് ഉത്തരം പറയാം. ഇവിടെ ചോദിച്ചോട്ടെ? ആരാ? ഞാനാണ് NSB. ശരി ശരി. ഇവിടെ വിജയരാജമല്ലിയെ അടുത്തറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ട്രാൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുകയും അവരുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഴികാട്ടിയായും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ശ്രദ്ധ ചെലുത്തുവാൻ വേണ്ടിയൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ആണ് പെണ്ണ് എന്ന് പറഞ്ഞ് 2 വിഭാഗം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് പഠിച്ചു വരുന്നതും കണ്ടുവരുന്നതും. ഈ മൂന്നാമതൊരു വിഭാഗത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് 3 പേര് പുരുഷൻ്റെ വേഷത്തിലും ഒരാൾ സ്ത്രീയുടെ വേഷത്തിലും ഇരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങളുടെ വേഷത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഏത് ആണായിട്ടാണോ പെണ്ണായിട്ടാണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ആ ലെവലിലേക്ക് ആ ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പോകാൻ പറ്റൂലേ? ആണായിട്ടാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ജീവിതത്തിലേക്കും, പെണ്ണാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ജീവിതത്തിലേക്കും മാറിക്കൂടെ? ഇതാണ് എൻ്റെ ചോദ്യം. മറ്റൊരു ചോദ്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഹലോ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചിരുന്ന ആ കൾച്ചറൽ ലാഗ് ഇസ് നോ ലോങ്ങർ അബൌട്ട് ജനറേഷണൽ ഗ്യാപ്പ്. ഇപ്പം നമ്മുടെ തലമുറയിൽ തന്നെ വർദ്ധിച്ചു വരുന്ന
ഇപ്പോൾ റൈറ്റ് വിങ് ഐഡിയോളജീസിൻ്റെ പ്രസൻസ് ആയിക്കോട്ടെ, ആസ് സോഷ്യൽ മീഡിയ ഈസ് ബിക്കമിങ് എ മേജർ ഇൻഫർമേഷൻ സോഴ്സ് ഫോർ ദ ഇപ്പോഴത്തെ ജനറേഷൻ. വാട്ട് എഡ്യൂക്കേഷൻ ഓർ ദ സ്കൂൾ സിസ്റ്റം കുഡൻറ്റ് ഡു, social media is doing that part of, giving information out to the generation. അപ്പം നമ്മൾ ഈ സ്വയം നവീകരിക്കുന്ന ഈ പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഈ യുവതലമുറ കടന്നു പോകുന്ന, നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഐഡിയോളജീസ് ആയിക്കോട്ടെ, പ്രൊപ്പഗാൻഡ ആയിക്കോട്ടെ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ വർദ്ധിച്ചു വരുന്ന വളരെ ഹേറ്ററോട് കൂടിയിട്ടുള്ള ഒരു റൈറ്റ് വിങ് പ്രസൻസ്, ഇപ്പം പാട്രിയാർക്കെന്നും മെനനിസ്റ്റുകളെന്നും അതുപോലെ ആൻറ്റി വോക്ക് എന്ന പോലെയുള്ള പ്രൊപ്പഗാൻഡാസ്, ഐഡിയോളജീസ് ഹു ആർ ട്രൈങ് ടു ഈ ബൈനറി ഫാമിലി മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംരക്ഷിക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ യുവതലമുറയിലേക്ക് അവരെ ആ രീതിയിൽ ഇൻസ്പയർ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ശ്രമിക്കുന്ന അതിൻ്റെ ഒരു ശക്തി കൂടി വരുന്നൊരു സാഹചര്യത്തിൽ അത് എത്രത്തോളം ഇൻ്റലക്ച്വൽ ആൻഡ് പൊളിറ്റിക്കൽ ചാലഞ്ചാണ് ഇത്രയും ഈവൻ ദ ക്യൂർ മൂവ്മെൻറ്റിന് നൽകുന്നത്. How challenging it will be, in the coming days. എല്ലാവരും സംസാരിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 1:05. സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ആദി. എന്ത് ലൈഫ് സ്കില്ലാണ് ഉള്ളത് ഇവിടെ നിലവിൽ പ്രതിനിധി എന്ന രീതിയിൽ ഇരിക്കാൻ എന്ന ചോദ്യത്തിൽ ഞങ്ങളാരും മരിച്ചു പോയില്ല, ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കാരണം എൻ്റെ കോളേജിൽ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഞാൻ ഒരു മരണക്കുറിപ്പ് എഴുതിയിടുക ചെയ്തത്. കാരണം എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ കോളേജ് അധ്യാപകരായിരിക്കും. കാരണം അത്രയ്ക്ക് ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത്. പക്ഷേ അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ നമ്മളെ സഹായിച്ചത് നമ്മുടെ കളക്റ്റീവായിട്ടുള്ള ഈ ഒരു ഒത്തിരിപ്പാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, ട്രാൻസ് ആയിട്ടുള്ള, ക്വയർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ, ബാക്കി പരിസരങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ, ഇവരൊക്കെ തന്ന ഒരു കളക്റ്റീവായിട്ടുള്ള ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അതിന് സർവൈവ് ചെയ്യാൻ പറ്റിയത്. അത് സർവൈവ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യർ നമ്മുടെ പിന്നിലുണ്ട്. രണ്ടാമത്തെ ചോദ്യം, പുരുഷൻ്റെ വേഷം സ്ത്രീയുടെ വേഷം അത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുരുഷൻ അങ്ങനെ സവിശേഷമായിട്ട് സോക്കോൾഡ് ജൈവികമായിട്ട് ഇന്ന ലിംഗത്തോട് കൂടിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇതിടണം എന്നുള്ള രീതിയിൽ ഒരു നിയമം ഒന്നും നിലവിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാനൊരു നോൺ ബൈനറി വ്യക്തിയാണ്. നമ്മൾ പൊതുവേ ജെൻഡറിനെ കുറിച്ചുള്ള ചർച്ചയിൽ എപ്പോഴും പറയാം സ്ത്രീയും പുരുഷനും മൂന്നാമതൊരു വിഭാഗം കൂടി ഉണ്ട് എന്ന മട്ടിലാണ്. അങ്ങനെയല്ല, സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന രണ്ട് കാറ്റഗറീസിനെ തകർക്കുക, അതിനെ ചോദ്യം ചെയ്യുക, അത് കൃത്യമായിട്ട് നമ്മുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഉണ്ടായി വന്നൊരു കാറ്റഗറിയാണ്. അല്ലാതെ എല്ലാ കാലവും എല്ലാ സ്ഥലത്തും ഒരുപോലെ നിലനിന്ന ഒരു കാറ്റഗറി അല്ല. നമ്മൾ ഏത് കാലം മുതലാണ് ഈ സ്ത്രീയായും പുരുഷനായും മാറുന്നത് എന്നുള്ളൊരു ചരിത്രം നോക്കിയാൽ മതി. കുറച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ മതി. ഒരു 50 വർഷം 60 വർഷം 70 വർഷം 80 വർഷം ഒന്ന് പിന്നോട്ട് പോയാൽ നമ്മളെല്ലാവരും അരയ്ക്ക് മുകളിലോട് നഗ്നരായിരുന്നു. മുട്ടുവരെയുള്ള ഒരു തോർത്തുട്ടിരാണ് നടന്നത്. അതിൽ സ്ത്രീനെയോ പുരുഷനെയോ ലിംഗസൂചന സൂചിപ്പിക്കുന്ന ഒന്നുമില്ലായിരുന്നു. ജാതി സൂചന മാത്രമായിരുന്നു പ്രകടം. അപ്പോൾ ഏത് കൾച്ചറിൽ നോക്കിയാലും ഹിസ്റ്റോറിക്കലി തന്നെ പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാണ്. ജെൻഡർ എപ്പോഴാണ് ഒരു സവിശേഷ യാഥാർത്ഥ്യമായിട്ട് വ്യക്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു കാറ്റഗറി ആയിട്ട് മാറുന്നത്. അപ്പം ഞങ്ങൾ സ്ത്രീയോ പുരുഷനോ ആ കാറ്റഗറീനെ തന്നെ അപ്പാടെ പൊളിച്ച് കളയാനുള്ള ഒരു അജണ്ടയായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതാണ് അതിനോടുള്ള പ്രതികരണം. മൂന്നാമത് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എപ്പോഴും കരുതുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ടോണി മോറിസൺ റേസിസത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം നമ്മളെ ശ്രദ്ധ തെറ്റിക്കുക എന്ന് പറയുന്നത്, ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ, റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ടൊരു പണിയാണ്. അപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നതിലൂടെ നമുക്ക് ചെയ്യാനുള്ള ബാക്കി ജോലികളിൽ നിന്നൊക്കെ നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ടിരിക്കും ഇവർ. അപ്പോൾ ഇതേ പണിയാണ് ഈ മെനിനിസ്റ്റുകളും ഈ റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റുകളും കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളും റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കാട്ടും വലിയ പണികൾ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാണ്ട്, ഇവരോട് സംവാദത്തിന് പോകാനോ ഇവരെ വാദിച്ച് ജയിക്കാനോ ഉള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നീതിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സംവാദത്തിനുള്ള വിഷയങ്ങളല്ല. സ്ത്രീകൾക്ക് ഇവിടെ തുല്യ പരിഗണന വേണം, സ്ത്രീകളെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കണോ എന്നുള്ളത് ഡിബേറ്റ് നടത്തി, ആണുങ്ങളോട് ഡിബേറ്റ് നടത്തി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ എക്സിസ്റ്റൻസിന് US നടത്തിയൊരു പഠനം കൊണ്ടുവന്ന് റിസർച്ച് തെളിവ് പിടിച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നിരത്തേണ്ട യാതൊരു ബാധ്യതയും ഇല്ല. സാമൂഹിക നീതി അങ്ങനെ നിർവചിക്കപ്പെടുന്നതിനോട് അതിനോട് ഞങ്ങൾ എതിർപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്ട്രാക്ഷനായിട്ട്, കേവലം ഡിസ്ട്രാക്ഷനായിട്ട് മാത്രമാണ് അതിനെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് എനർജിയോ ടൈമോ കൊടുത്ത് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചർച്ച ആയിട്ട് അതിനെ കാണുന്നുമില്ല. ഈ പറഞ്ഞ എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരുമിച്ചുള്ളൊരു സാധനത്തിലോട്ട് പോകാം. ഞാനൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്നതാണ്, ഈ സംവാദങ്ങൾ അവരുടെ ഒരു സ്ഥിരം സാംസ്കാരിക ശീലമാണ്. ജിന്നുണ്ടോ, ജിന്ന് കടിക്കുക, അങ്ങനെയുള്ള വിഷയത്തിലടക്കം ചർച്ച ചെയ്യുന്നവർക്ക് അതേ മനോഭാവത്തോടെയാണ് ജെൻഡർ ഉണ്ടോ ജെൻഡർ ഇല്ലയോ മനുഷ്യാവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ അതേ ലാഘവത്തോടെയല്ല എല്ലാ മനുഷ്യരും ആ കാര്യങ്ങൾ എടുക്കുന്നത്. ചിലർക്കത് വളരെയധികം പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനപ്പുറത്ത് ശ്വാസമാണ്,
അതെന്താണ് ശ്വസിക്കുന്നു എന്നത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുള്ള മനുഷ്യരും കൂടെയാണ്. അത് ഈ ശ്വസിക്കുന്നു എന്നത് തന്നെയാണ് നേരത്തെ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തരം. ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ജീവിച്ചിരിക്കൽ വലിയ സമരമാണ് എന്നുള്ളത് എല്ലാ മനുഷ്യരും പറയുന്നുണ്ട്. എവരി ക്യൂർ പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു റെപ്രസെൻറ്റ്. എല്ലാ ക്യൂർ വ്യക്തിക്കും വന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ക്യൂർ എന്ന് പറയുന്ന അടിച്ചമർത്തപ്പെടുന്ന എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരാൾക്ക് വന്ന് തന്നെക്ക് കുറച്ച് പേരെ റെപ്രസെൻ്റ് ചെയ്യാനുണ്ട്. എല്ലാവരെയും പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് പേരെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാ വ്യക്തികൾക്കും പറയാൻ പറ്റും. അതിനുള്ള സ്കിൽ ഓരോരുത്തരും അവരുടെ ലൈഫ് കൊണ്ട് നേടുന്നുണ്ട്. ഒരു മുസ്ലിം വ്യക്തിക്ക് വന്നിട്ട് ഇന്ത്യയിൽ സംസാരിക്കാൻ പറ്റും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംസാരിക്കണമെന്ന്. എവരി മുസ്ലിം പേഴ്സൺ ക്യാൻ റെപ്രസെൻറ്റ് ദാറ്റ് എ ഹോൾ കമ്മ്യൂണിറ്റി. കാരണം അവരുടെ ഇന്ത്യയിലെ ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ അവരത് നേടിയെടുക്കുന്നുണ്ട്. അതവർ സ്കില്ലിലല്ല, പലപ്പോഴും അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇൻറ്റേർണലി തന്നെ കിട്ടണമെന്നില്ല. വേറൊരിടത്താണ് ജീവിക്കുന്നതെങ്കിൽ, അവരിപ്പോൾ പാകിസ്ഥാനാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് പലരെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവരെവിടെ ജീവിക്കുന്നതനുസരിച്ചാണ്. ക്യൂർ വ്യക്തികളും അത്തരത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ആൺ പെൺ എന്ന് പറയുന്നത് ആരുടെ സൗകര്യമാണ്? എനിക്കത് മാത്രമേ മനസ്സിലാക്കാൻ സെൻസുള്ളൂ, അറിവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആവുന്നതാണ് എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ നല്ലത്. നിങ്ങളെല്ലാവരും പോയി സാരിയോ ഇത് മാത്രം ഉടുത്ത് വരൂ, അപ്പോൾ എനിക്ക് കാഴ്ച കാണാനും എനിക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാതെ ലോകത്തെ കാണാനും കഴിയും എന്നുള്ള അവരുടെ നിർബന്ധത്തിന് ക്യൂർ മനുഷ്യർ പോയി 2 വേഷങ്ങളിൽ പോയി ജീവിക്കണമെന്ന് പറയുന്നത് ഒരു തരം ഫാസിസം എന്ന വാക്ക് നമ്മൾ പറഞ്ഞ് പഴകിപ്പോയത് ഒരു തരം നിർബന്ധ ബുദ്ധിയാണ്. അപ്പോൾ ആ ഒരു സാധനത്തോട്ട് പോകേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഉണ്ടെന്ന് പറയുന്നവർ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അവരുടെ ജീവിതമാർഗമായിരിക്കും. അവരങ്ങനെ ജീവിച്ചാൽ മാത്രമേ അവർക്ക് പറ്റൂ എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ട് അതിനെ അതേ അർഹതയോടെ പുച്ഛത്തോടെ മാറ്റി നിർത്തുന്നതുകൊണ്ട് സംവാദ സാധ്യതമല്ലാത്ത മേഖലകളിലേക്ക് നോക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഇന്ത്യയിലെ ഓരോ ജീവിയുടെയും എന്ന് കൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഈ പറഞ്ഞതും കൂടെ ചേർത്ത് തന്നെയാണ് അവിടെ പലതരം അജണ്ടകളുള്ളവർക്ക് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കും. അത് അവരുടെ മാർഗവും മേഖലയുമായിരിക്കുന്നു. എല്ലാവരും എല്ലാം ഒരുപോലെ സംസാരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവില്ല. ഇതൊരു ബഹുസ്വര സമൂഹമാണ്. ഫണ്ടമെൻ്റലിസ്റ്റുകളും വളരെ ലിബറലുകളും എല്ലാവരും നിലനിൽക്കും. എല്ലാവർക്കും നിലനിൽക്കാൻ കഴിയുകയും കൂടെ വേണം. ആ സംവാദം സാധ്യമാകണം. ആരും ആരുടെയും വാദത്തെ അടിച്ചമർത്തേണ്ട കാര്യമില്ല. അപ്പോൾ ആർക്ക് ആരുടെ വാദത്തോട് ചെവികൾ കൊടുക്കാതിരിക്കാം എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെ അവകാശമാണെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്കാനുള്ള മറുപടി. ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കും, പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് അനുവദിച്ച സമയം തീർച്ചയായിട്ടും അതിക്രമിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം പറയാം. ഫണ്ടമെൻ്റലിസ്റ്റുകളായ ആളുകൾ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. കാരണം അവർക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്കില്ല്. ജീവിക്കുക മാത്രമല്ല, അനുനിമിഷം ഞങ്ങൾ അതിജീവിച്ചു കൊണ്ടുകൂടിയിരിക്കുകയാണ്. അവിടെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം പറയാം. സൊസൈറ്റി മേ ബി progressive or regressive. So what we people do is like we sit down and we are documenting because we don't have proper archives. നമുക്ക് പ്രോപ്പർ ആർക്കൈവ്സ് ഇല്ല, സത്യമാണ്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് സമൂഹം വലിയ തോതിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തോതിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കുക, എഴുതി വയ്ക്കുക, അടയാളപ്പെടുത്തുക, നമ്മുടെ ആർക്കൈവുകളെ സൂക്ഷിക്കുക. താങ്ക് യു എവ്രി വൺ.